Hi friends, good evening to all and welcome to Xylem Technical Exams. അപ്പോൾ നമ്മുടെ ഐയുടെ സിലബസ് നിങ്ങൾക്കറിയാം, നമ്മുടെ സിലബസിലൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. സോ അപ്പോൾ നമ്മുടെ ഐയുടെ സിലബസിൽ മാത്സിൽ വരുന്നത്, അപ്പോൾ മാത്സിൽ നമുക്ക് ലീനിയർ ആൽജിബ്ര, അതുപോലെ കാൽക്കുലസ്, ദെൻ നമുക്ക് ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ, പ്രോബബിലിറ്റി ആൻഡ് സ്റ്റാറ്റിക്സ്, ലാസ്റ്റ് നമുക്ക് ന്യൂമറിക്കൽ മെത്തേഡ്സ് ഇത്രയാണ് നമുക്ക് ടോപ്പിക്കുകൾ വരുന്നത്. സോ അപ്പോൾ അതിൽ നമ്മളെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ലീനിയർ ആൽജിബ്രയാണ് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് ലീനിയർ ആൽജിബ്ര. നമുക്ക് ഇതിൽ വരുന്നത് നമ്മുടെ മെട്രിക്സിന്റെയും ഡിറ്റർമിനൻസിന്റെയും ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് ടൈപ്സ്, അതിന്റെ കുറെ ടേംസുകൾ നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിന്റെ കൂടെ തന്നെ നമ്മൾ എന്താണ് ഈ പറയുന്ന ഡിറ്റർമിനൻസും മെട്രിക്സും നമ്മൾ എന്തിനു യൂസ് ചെയ്യുന്നുണ്ട്? നമ്മുടെ ലീനിയർ ഇക്വേഷൻസ് സോൾവ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ വരുന്നതാണ് റാങ്ക് എന്താണ്, അതുപോലെ റോ എക്ലോൺ ഫോം, കോളം എക്ലോൺ ഫോം. അപ്പോൾ അതിന്റെ കൂടെ തന്നെ നമ്മൾ ഒന്ന് രണ്ട് ടൈപ്സ് ചെയ്ത് വരുന്നുണ്ട്. എങ്ങനെയാണ് നമ്മൾ ഈ റാങ്ക് അല്ലെങ്കിൽ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്ത് നമ്മൾ ലീനിയർ ഇക്വേഷൻസ് സോൾവ് ചെയ്യുന്നത് എന്നുള്ളത്. ഓക്കെ, ഇത്രയാണ് നമുക്ക് ഏതിൽ വരുന്നത്? നമുക്ക് ലീനിയർ ആൽജിബ്രയിൽ വരുന്നത്. ഓക്കെ, ക്ലിയർ? സോ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? സ്റ്റാർട്ട് ചെയ്യാം. ഇതിലെ മാത്തമാറ്റിക്സിലെ ലീനിയർ ആൽജിബ്ര എന്ന് പറയുന്നത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ അപ്പൊ നമ്മൾ പറഞ്ഞു മെട്രിക്സ് ആൻഡ് ഡിറ്റർമിനൻസ് ഏതാണ് നമുക്ക് വരുന്നത്. സോ ലീനിയർ ആൽജിബ്ര എഴുതിക്കോ, നിങ്ങൾ ഹെഡിങ് എഴുതിക്കോ, ലീനിയർ ആൽജിബ്ര. സോ എപ്പോഴും നമ്മൾ മാത്സ് പഠിക്കുമ്പോൾ നമ്മൾ അതിന്റെ ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്താണ്, അതിന്റെ ടൈപ്സ് എന്താ, ടേംസ് എന്താ, കാര്യങ്ങൾ. കാരണം ഈ ടേംസ് ഒന്നും ചിലപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യണമെന്നില്ല, ചോദിക്കണമെന്നില്ല. പക്ഷേ നമുക്ക് എന്ത് ചെയ്യും, വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ, ഓക്കെ, ഇപ്പൊ ഈ മെട്രിക്സിന്റെ കേസിൽ തന്നെ ഇപ്പൊ നമ്മൾ പറയുന്നുണ്ട് സിമെട്രിക്, സ്ക്യൂ സിമെട്രിക്, ട്രാൻസ്പോസ്, ഇങ്ങനെ കുറെ പറയുന്നുണ്ട്. അപ്പൊ അതറിഞ്ഞാൽ മാത്രമേ ക്വസ്റ്റ്യൻ അവർ പറയുന്നത് സിമെട്രിക് മെട്രിക്സ് എന്നൊക്കെ പറഞ്ഞിങ്ങനെ പറയുമ്പോൾ അതെന്താണെന്ന് അറിയണം എന്നുണ്ടെങ്കിൽ ആദ്യം നമുക്ക് എന്ത് ചെയ്യണം, അതിന്റെ ബേസിക്സ് ആയിട്ടുള്ള ടേംസ്, കാര്യങ്ങൾ എന്ത് ചെയ്തിരിക്കണം, അറിഞ്ഞിരിക്കണം. ഓക്കെ ആണല്ലോ? ഇനി ഈ പറയുന്ന ലീനിയർ ആൽജിബ്ര നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കുകയാണെങ്കിൽ, കാരണം ലീനിയർ ആൽജിബ്ര വരുന്ന കുറെ PSC എക്സാംസുകൾ ഉണ്ട്, നമ്മുടെ ലെക്ചർ ഇൻ പോളിടെക്നിക്, അസിസ്റ്റന്റ് പ്രൊഫസർ, അങ്ങനെ വരുന്ന കുറെ എക്സാംസുകൾ ഉണ്ട്. അപ്പൊ പൊതുവെ അതിലൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻസുകൾ നമ്മൾ നോക്കുമ്പോൾ പൊതുവെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകളാണ് ചോദിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഒരു മെട്രിക്സ് വരുന്നു, അതിന്റെ റാങ്ക് എന്താണ്, അല്ലെ? അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു 3 ലീനിയർ ഇക്വേഷൻസ് തന്നിട്ട് അത് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ അതിൽ ഏതാണ് അതിന്റെ സൊല്യൂഷൻസ് വരുന്നത്, അതുപോലെ നമ്മളതിന്റെ റോ എക്ലോൺ ഫോമിൽ കോളം എക്ലോൺ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന, നമ്മൾ ചേഞ്ച് ചെയ്യുന്ന ആ ഭാഗങ്ങളിലുള്ള ഇതിൽ സ്റ്റെപ്പ് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസുകളെ, ഇൻവേഴ്സ് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസുകളെ, നമ്മൾ ഇൻവേഴ്സിന്റെ ഒക്കെ പ്രോപ്പർട്ടീസ് പറയുന്നുണ്ട്. അപ്പൊ ഈ രീതിയിലുള്ള പൊതുവെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകളാണ് നമുക്ക് ഏത് വരുന്നത്, നമുക്ക് ലീനിയർ ആൽജിബ്രയിൽ പൊതുവെ നമുക്ക് ചോദിക്കാറുള്ളത്. ഓക്കെ, അതിന്റെ കൂടെ തിയറി ക്വസ്റ്റ്യൻസുകളും ചോദിക്കാറുണ്ട്, പ്രോബ്ലം മാത്രമല്ല. അപ്പൊ നമ്മൾ ഓരോ കാര്യങ്ങൾ പഠിക്കും, അതിന്റെ പ്രോപ്പർട്ടീസ് ഒക്കെ പഠിക്കും. സോ ഈ പ്രോപ്പർട്ടീസ് ഒക്കെ നിങ്ങൾക്ക് സ്റ്റേറ്റ്മെന്റ് ആയിട്ടൊക്കെ പറയുന്നു, താഴെ തന്നിട്ടുള്ള 4 എണ്ണത്തിൽ ഏതാണ് ശരിയായത്, ഏതാണ് തെറ്റായത്, ഈ രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻസുകൾ ചോദിക്കാം. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് ആദ്യം സ്റ്റാർട്ട് ചെയ്യാം, എന്താണ് ലീനിയർ ആൽജിബ്ര എന്ന് പറഞ്ഞാൽ. സോ ലീനിയർ ആൽജിബ്രയിൽ നമ്മൾ പഠിക്കുന്നത്, ലീനിയർ ആൽജിബ്ര എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ടാവുക, സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ മെട്രിക്സ് ആൻഡ് ഡിറ്റർമിനൻസ്. മെട്രിക്സ് ആൻഡ് ഡിറ്റർമിനൻസ്. അപ്പൊ ഇത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ലീനിയർ ആൽജിബ്ര എന്ന് പറഞ്ഞാൽ ലീനിയർ ഇക്വേഷൻസ്, അല്ലെ? നമ്മൾ കുറെ ഇക്വേഷൻസ് x² + y + അതുപോലെ 2x + 3y + z, അങ്ങനെ കുറെ ലീനിയർ ഇക്വേഷൻസ് നമ്മൾ പഠിക്കുന്നുണ്ട്. ആ ഇക്വേഷൻസിന്റെ ആൽജിബ്രയാണ് നമ്മൾ ലീനിയർ ആൽജിബ്ര എന്ന് പറയുന്നത്. ലീനിയർ ആൽജിബ്രയിൽ തന്നെ ഒരുപാട് ബ്രാഞ്ച് വരുന്നതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ് ഇതെന്ന് പറയുന്നത്, മെട്രിക്സ് ആൻഡ് ഡിറ്റർമിനൻസ് എന്ന് പറയുന്നത്. അപ്പൊ അതിൽ ആദ്യം നമുക്ക് ബേസിക്സ് തൊട്ട് പറയാം. ഫസ്റ്റ് നമുക്ക് വരുന്നതാണ് എന്താണ് നമ്മൾ ഈ പറയുന്ന മെട്രിക്സ് എന്ന് പറഞ്ഞാൽ. അതൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന, നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ പറഞ്ഞു പോവാം. നമുക്ക് എങ്ങനെയാണോ PSCക്ക് ക്വസ്റ്റ്യൻസുകൾ വരാറുള്ളത്, അതാണ് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്, അല്ലെ? അപ്പൊ നമുക്ക് പറയാം എന്താണ് മെട്രിക്സ് എന്ന് പറഞ്ഞാൽ. സോ മെട്രിക്സ് എല്ലാവർക്കും അറിയുന്നതാണ്. മെട്രിക്സ് ഈസ് നമുക്ക് എന്ത് പറയാം, മെട്രിക്സ് ഈസ് റെക്ടാങ്കുലർ അറേ ഓഫ് എലമെന്റ്സ് എന്ന് പറയാം. മെട്രിക്സ് ഈസ് റെക്ടാങ്കുലർ അറേ ഓഫ് എലമെന്റ്സ്. അപ്പൊ നിങ്ങൾക്ക് തന്നെ അറിയാം, നമ്മൾ ഈ മെട്രിക്സ് ഒക്കെ പ്രാക്ടിക്കലി യൂസ് ചെയ്യുന്ന സ്ഥലങ്ങളൊക്കെ ഇപ്പൊ നമ്മൾ ഈവൻ നമ്മുടെ ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് ആയാലും ഇലക്ട്രോണിക്സിലും ഇതിലൊക്കെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ, കുറെ വാല്യൂസ് പലതിലെടുത്ത് കമ്പയർ ചെയ്യാന്, ആ വാല്യൂസിന്റെ സോൾ ആയിട്ടുള്ള റിസൾട്ട് എന്തായിരിക്കും, ഇങ്ങനെ കുറെ വാല്യൂസിനെ കമ്പയർ ചെയ്യാൻ, അതിന്റെ സോൾ റിസൾട്ട് കണ്ടുപിടിക്കാന്, അതുമായിട്ട് വേറൊരു സംഭവത്തിനെ ആഡ് ചെയ്യാൻ, ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാനൊക്കെയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, മെട്രിക്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ പറഞ്ഞു ഇറ്റ് ഈസ് എ അറേ ഓഫ് എലമെന്റ്സ് ആണെന്ന് പറഞ്ഞു. ക്ലിയർ? അപ്പൊ അതിലെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറയുകയാണെങ്കിൽ, ഇപ്പൊ ഞാൻ A= ഒരു മെട്രിക്സിനെ നമ്മൾ ജനറലി ഡിനോട്ട് ചെയ്യുന്നതാണ് A11, A12, A13 എക്സെട്ര. നമുക്ക് എന്ത് പറയാം,
A13 എക്സെട്ര നമുക്ക് എന്ത് പറയാം A1n എന്ന് പറയാം A1n. അടുത്ത ഞാൻ കൊടുക്കുന്നു A21 A22 A23 എക്സെട്ര A2n. ദെൻ അടുത്ത് നമ്മൾ പറയുന്നു A31 A32 A33 എക്സെട്ര A3n എന്ന് പറയുന്നു. ദെൻ എക്സെട്ര. പിന്നെ ഇതാ ഇവിടെ ഒരുപാട് വരും, ഒറ്റ ലൈനല്ല, പിന്നെ ഒരുപാട് ലൈനുകൾ വരും. അവസാനം നമ്മൾ എഴുതും AM1 AM2 AM3 എക്സെട്ര AMN. ഓക്കെ, ഇങ്ങനെയായിരിക്കും നിങ്ങൾ പഠിച്ചായിരിക്കും. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു മെട്രിക്സിനെ നമ്മൾ ജനറൽ ആയിട്ട് എക്സ്പ്രസ് ചെയ്യുന്നത്. ഒരു മെട്രിക്സിനെ നമ്മൾ ജനറൽ ആയിട്ട് എക്സ്പ്രസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ പറയാൻ പറ്റും. അപ്പൊ ഇവിടെ നോക്കണം നിങ്ങൾ 1, അതായത് ഇങ്ങനെ 1 വരുന്നുണ്ട്, 2 വരുന്നുണ്ട്, 3 വരുന്നുണ്ട്, അത് പോയി ഏതാണ് n വരെ വരുന്നുണ്ട്. ഓക്കെ അല്ലേ? അപ്പൊ ഇതാണ് ഫസ്റ്റ് കോളം അല്ലെ. ഞാൻ ഈ വരച്ചിട്ടുള്ളതാണ്, ഞാൻ ഈ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് കോളം എന്ന് പറയുന്നത്. ഞാൻ ഈ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള സെക്കൻഡ് വൺ ആണ് നമ്മൾ ഏതെന്ന് പറയുന്നത്, സെക്കൻഡ് കോളം എന്ന് പറയുന്നത്. ഈ ഹൈലൈറ്റ് ചെയ്തുള്ള ഈ വണ്ണാണ് നമ്മൾ തേർഡ് കോളം. ആൻഡ് അത് കുറെ പോയിട്ട് അവസാനം അപ്പൊ ഇത് എത്രാമത്തെ കോളം ആയിരിക്കും, ഇവിടെ എക്സെട്ര ഉണ്ട് കേട്ടോ, എക്സെട്ര ഉണ്ട്. സോ ഫസ്റ്റ് കോളം, സെക്കൻഡ് കോളം, തേർഡ് കോളം എക്സെട്ര എന്ത് വരുന്നുണ്ട്, n കോളംസ് വരുന്നുണ്ട്. അപ്പൊ നമുക്കറിയാം നമ്മുടെ ഈ അറേ ഓഫ് എലമെന്റ്സിൽ വേർട്ടിക്കൽ ആയിട്ടുള്ള ലൈൻസ് ആണ് ഏതെന്ന് പറയുന്നത്, കോളംസ് എന്ന് പറയുന്നത്. വേർട്ടിക്കൽ ആയിട്ടുള്ള ലൈൻസ് ആണ് നമ്മൾ ഏതെന്ന് പറയുന്നത്, കോളംസ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് അറിയുന്നല്ലേ, വേർട്ടിക്കൽ ആയിട്ടുള്ള ഈ ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ, കോളംസ് എന്ന് പറയുന്നത്, കോളംസ്. ഓക്കെ, അതുപോലെ നമ്മളൊരു മെട്രിക്സിന്റെ റോസ് എന്ന് പറഞ്ഞാൽ എന്താ, ഹോറിസോണ്ടൽ ലൈൻസുകളാണ് നമ്മൾ ഏതെന്ന് പറയുന്നത്, റോ എന്ന് പറയുന്നത് അല്ലെ. ഹോറിസോണ്ടൽ ലൈനുകളാണ് റോ എന്ന് പറയുന്നത്. വേർട്ടിക്കൽ ആയിട്ടുള്ള ലൈനുകളെയാണ് നമ്മൾ ഏതെന്ന് പറയുന്നത്, കോളം എന്ന് പറയുന്നത്. വേർട്ടിക്കൽ ആയിട്ടുള്ള ലൈനാണ് നമ്മൾ ഏത് പറയുന്നത്, കോളം എന്ന് പറയുന്നത്. അപ്പൊ റോയും കോളവും വരുന്ന കേസ്. അപ്പൊ നിങ്ങൾക്ക് നമ്പർ നോക്കിയിട്ട് പറയാൻ പറ്റും ഇവിടെ എത്ര റോ ഉണ്ട്, ഇവിടെ എത്ര കോളം ഉണ്ട് എന്നുള്ളത്. ഇവിടെ എത്ര കോളം ഉണ്ട്, 1 2 3 എക്സെട്ര അവസാനം n വരെ അല്ലേ. സോ എത്ര കോളം ഇവിടെ വരുന്നുണ്ട്, n കോളം വരുന്നുണ്ട് അല്ലെ, n കോളം വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എത്ര റോ വരുന്നുണ്ട്, 1 2 3 4 5 6 7 ഇങ്ങനെ കൂടിപ്പോയി എത്ര ഉണ്ട്, 1 2. നോക്ക് നിങ്ങൾ, നമ്മൾ ഈ എ സ്മോൾ ലെറ്റർ എഴുതിയിട്ട് ഞാൻ നമ്പർ കൊടുത്തില്ലേ, അതിൽ ആദ്യത്തെ നമ്പറുകൾ നോക്ക്, 1 2 3 4 എക്സെട്ര എത്ര വരുന്നുണ്ട്, m വരുന്നുണ്ട്. അപ്പൊ എത്ര റോ വരുന്നുണ്ട്, m റോസ് ആണ് നമുക്ക് ഇവിടെ വരുന്നത്. ഓക്കെ അല്ലേ? അതായത് നമ്മളെ മുകളിലെ മെട്രിക്സിൽ നമുക്ക് എന്ത് പറയാം, there are m rows and എത്ര കോളംസ് ആണ്, n കോളംസ് ഉണ്ട്. ഓക്കെ അല്ലേ? അപ്പോ ഏതൊരു മെട്രിക്സ് തന്നാലും അതിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ഏത് വെച്ചിട്ടാണ്, റോയുടെ നമ്പറും കോളത്തിന്റെ നമ്പറും വെച്ചിട്ടാണ്. ദാറ്റ് ഈസ് ഞാൻ ആ മുകളിൽ പറഞ്ഞ മെട്രിക്സ് ഉണ്ടല്ലോ, എ എന്ന് പറഞ്ഞ മെട്രിക്സ്, ആ എ എന്ന് പറഞ്ഞ മെട്രിക്സിന്റെ ഓർഡർ എന്ന് പറയുന്നത്. ഓക്കെ, ഓർഡർ ഓഫ് മെട്രിക്സ് മുകളിൽ പറഞ്ഞ നമ്മൾ പറഞ്ഞേ, മുകളിൽ പറഞ്ഞ മെട്രിക്സ് ആണ് ഇതാ, മുകളിൽ പറഞ്ഞിട്ടുള്ള ഈ മെട്രിക്സ് ആണ് നമ്മൾ പറയുന്നത് ഓർഡർ ഓഫ് മെട്രിക്സ് എ. നമുക്ക് പറയാം ഓർഡർ എന്ന് പറഞ്ഞൊരു സംഭവം വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മെട്രിക്സിന്റെ സൈസ് നമ്മൾ പറയുന്നത്. ഓർഡർ ഓഫ് മെട്രിക്സ് എ. ഓക്കെ, ഓർഡർ ഓഫ് മെട്രിക്സ് എ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഓർഡർ ഓഫ് മെട്രിക്സ് എ എന്ന് പറയുന്നത് എത്രയാണ്, നമ്മൾ എപ്പോഴും നമ്പർ ഓഫ് റോസ് ബൈ നമ്പർ ഓഫ് കോളംസ് ആണ്. ഇത് എവിടെ എത്ര നമ്പർ ഓഫ് കോളംസ്, നമ്പർ ഓഫ് റോസ് എത്ര, m അല്ലേ, ബൈ നമ്പർ ഓഫ് കോളംസ്. നമ്പർ ഓഫ് റോസ് ബൈ നമ്പർ ഓഫ് കോളംസ്, നമ്പർ ഓഫ് റോസ് ബൈ നമ്പർ ഓഫ് കോളം. ഇതാണ് നമ്മൾ ഏത് എന്ന് പറയുന്നത്, ഇതാണ് നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുള്ള ഈ ഒരു മെട്രിക്സിന്റെ ഓർഡർ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ? സോ ഇതാണ് നമ്മൾ പറയുന്ന മെട്രിക്സിന്റെ ഓർഡർ. അപ്പൊ മെട്രിക് ഓർഡർ എ എന്ന് പറയുന്നത് അല്ലെ, എ എന്ന് പറയുന്ന മെട്രിക്സിന്റെ ഓർഡർ ഏതാണ്, m/n ആണ് വരിക. അതിന്റെ അർത്ഥം എന്താ, m റോസ് വരുന്നുണ്ട്. ഇവിടെ എത്ര റോ വരുന്നുണ്ടെന്ന് ചോദിച്ചാല്, എത്ര റോ വരുന്നുണ്ടെന്ന് ചോദിച്ചാൽ ഇവിടെ m റോസ് ആണ് വരുന്നത്. അതുപോലെ എത്ര കോളം വരുന്നുണ്ടെന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാം, n കോളമാണ് ഇവിടെ വരുന്നത്. എത്ര കോളം വരുന്നുണ്ടെന്ന് ചോദിച്ചാൽ നമുക്ക് n കോളമാണ് നമുക്ക് വരുന്നത്. ഓക്കെ, ക്ലിയർ. ദെൻ നമ്മൾ മെട്രിക്സിന് അതുപോലെ മുകളിൽ എഴുതിയ മെട്രിക്സിന് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഡിനോട്ട് ചെയ്യാം. അതുപോലെ ഈ പറഞ്ഞ പോലെ നമ്മൾ കുറെ എലമെന്റ്സുകളുടെ അല്ലെ, കുറെ എലമെന്റ്സുകളുടെ ഒരു അറേ ആയിരിക്കും എന്ന് പറഞ്ഞാൽ എന്താണ് ഈ എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ, സ്കേലാർ അല്ല, എലമെന്റ്സ് എന്താ, റിയൽ നമ്പേഴ്സിനാണെന്നുണ്ടോ, ഇല്ല. ഈ പറയുന്ന എലമെന്റ്സ് എന്താവാം, റിയൽ നമ്പേഴ്സ് ആവാം, കോംപ്ലക്സ് നമ്പേഴ്സ് ആവാം, ഫംഗ്ഷൻസുകളാവാം, ഏതും ആവാട്ടോ. ഇപ്പൊ സൈൻ തീറ്റ കോസ് തീറ്റ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഫംഗ്ഷൻസുകളാവാം, അതല്ലെങ്കിൽ എന്താവാം, ഐ വെച്ചിട്ടുള്ള കോംപ്ലക്സ് നമ്പറുകളാവാം, അതല്ലെങ്കിൽ നമ്മുടെ സാധാരണ 2 3 4 എന്നൊക്കെ പറയുന്ന പോലെ -1 എന്നൊക്കെ പറയുന്ന പോലെ എന്താവാം, റിയൽ നമ്പേഴ്സ് ആവാം. അതും ഏതും ആവാം, റിയൽ നമ്പേഴ്സും ആവാം. ഓക്കെ അല്ലേ? അപ്പൊ നിങ്ങൾക്ക് മെട്രിക്സിന്റെ ഏകദേശം ബേസിക് ഐഡിയ കിട്ടിയില്ലേ, മെട്രിക്സിന്റെ ഏകദേശം ബേസിക് ഐഡിയ കിട്ടിയാലോ. അപ്പൊ നമ്മൾ മെട്രിക്സിനെ സാധാരണ സിംപ്ലി ഡിനോട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ പറയും AC = AIJ, AC = AIJ. വേറെ AC = AIJ എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ്, എ എന്ന് പറയുന്നത് എന്താ, A is the
ith റോയിലെ jth അല്ലെങ്കിൽ നമ്മൾ ith റോയിലെ jth കോളത്തിലെ എലമെന്റ് ആണ് ഏത് എന്ന് പറയുന്നത് a എന്ന് പറയുന്നത്. നമുക്കറിയാം aij എന്ന് എഴുതിയാൽ അതിന്റെ മീനിങ് എന്താ? aij എന്ന് എഴുതിയാൽ അതിന്റെ മീനിങ് എന്താടോ? aij എന്ന് എഴുതിയാൽ എന്താ? a എന്ന് പറയുന്നതിന്റെ പൊസിഷൻ എന്താ? ith റോയിലായിരിക്കും, അതുപോലെ എന്തിലായിരിക്കും? jth കോളത്തിലായിരിക്കും. ഓക്കെ, ഈ പറയുന്ന aij എന്ന് പറയുന്ന എലമെന്റ് aij എന്ന് പറയുന്നത് ith റോയിലായിരിക്കും, അതുപോലെ എന്തായിരിക്കും? jth കോളത്തിലായിരിക്കും. ഓക്കെ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പെട്ടെന്ന് പറയാം. അപ്പൊ ഇതിന്റെ ബേസിക്സ് ഒക്കെ നിങ്ങൾ കുറെ ആളുകൾക്ക് അറിയുന്നതായിരിക്കും, എന്നാലും ഒന്നും അറിയാത്തവരൊക്കെ ഉണ്ടാവും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? എന്തായാലും നമ്മൾ ജസ്റ്റ് അല്ലെ കാര്യങ്ങളൊന്നും എല്ലാം ബേസിക്സ് തന്നെ പറയാം. സോ എ സീക്വൽ ടു ഞാൻ ഏതെങ്കിലുമൊക്കെ എഴുതി 2 3 -5 4 അല്ലെ, അടുത്ത 8 6 10 അതുപോലെ 7, അടുത്ത ഏതാണ് 9 -1 4 3. ഓക്കെ, അപ്പൊ ഇത് എത്രയാണ്? ഇതിന്റെ ഓർഡർ എത്രയാ? ഈ പറയുന്നത് നിങ്ങളും പറഞ്ഞോ ഈ പറഞ്ഞ ഞാൻ ഈ എഴുതിയിട്ടുള്ള മെട്രിക്സിന്റെ ഓർഡർ എന്ന് പറയുന്നത് എന്തായിരിക്കും? എടോ, ഞാനിവിടെ എഴുതിയിട്ടുള്ള ഈ മെട്രിക്സിന്റെ ഓർഡർ എന്താ? ഞാൻ പറഞ്ഞു ആദ്യം നമ്പർ ഓഫ് റോസ് എടുക്കുക, 1 2 3. അപ്പൊ നമുക്ക് എന്ത് പറയാം? 3 വരുന്നുണ്ട്, 3 റോ വരുന്നുണ്ട് അല്ലെ? 3 റോ. എത്ര കോളം വരുന്നുണ്ട്? 1 2 3 4. എത്ര കോളം വരുന്നുണ്ട്? 4 കോളം വരുന്നുണ്ട്. സോ നമുക്ക് പറയാം ഈ തന്നൊരു മെട്രിക്സിന്റെ ഓർഡർ എന്ന് പറയുന്നത് എത്രയാണ്? 3/4 ആണ്. ഈ പറഞ്ഞ മെട്രിക്സിന്റെ ഓർഡർ 3/4 ആണ് അല്ലെ? 3 റോ വരുന്നുണ്ട്, 4 കോളം വരുന്നുണ്ട്. ക്ലിയർ അല്ലേ? 3 റോ വരുന്നുണ്ട്, അതുപോലെ എന്താണ്? 4 കോളമാണ് നമുക്ക് വരുന്നത്. അപ്പൊ നിങ്ങളോട് ചോദിക്കുന്നു ഏതാണ് A32 എലമെന്റ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്താ പറയാ? A32 എലമെന്റ് എന്ന് പറഞ്ഞാൽ മീനിങ് എന്താ? ഒരു തേർഡ് റോയിൽ സെക്കൻഡ് കോളത്തിലെ എലമെന്റ്. ഫസ്റ്റ് കോളം, സെക്കൻഡ് കോളം, തേർഡ് കോളം. ഏതാണ് തേർഡ് കോളം? ഇതാണ് നമ്മുടെ തേർഡ് കോളം വരിക. ഓക്കെ, അതിലെ തേർഡ് റോ ആണ് ഈ 9 -1 4 3 വരുന്നത്. അതിലെ സെക്കൻഡ് കോളം ഏതാണ്? ഇതല്ലേ? സോ രണ്ടിലും കൂടെ വരുന്ന -1 അല്ലേ? സോ A32 എന്ന് പറഞ്ഞാൽ മീനിങ് എന്താണ്? തേർഡ് റോയിലെ സെക്കൻഡ് കോളത്തിലെ എലമെന്റ്. എന്ന് പറഞ്ഞാൽ എത്രയാണ്? -1 ആണ് വരിക, -1. ഓക്കെ അല്ലേ? അപ്പൊ ഇതാണ് നമ്മൾ ഏതെന്ന് പറയുന്നത് മെട്രിക്സിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്തത് ക്വസ്റ്റ്യൻസ് സ്റ്റേറ്റ്മെന്റിലായിട്ടും അതുപോലെ സിമ്പിൾ ആയിട്ടൊക്കെ പ്രീവിയസ്ലി ലീനിയർ ആൾജിബ്ര വരുന്ന എക്സാമിലൊക്കെ ചോദിക്കുന്നതാണ്. അധികം ഒരുപാട് എക്സാം ഒന്നും ഇല്ല കേട്ടോ നമ്മൾ ഈ മാത്സിന്റെ ഈ ഒരു സിലബസ് വെച്ചിട്ടുള്ള കാര്യമായിട്ട്. നമ്മൾ ലെക്ചറിംഗ് പോളി അസിസ്റ്റന്റ് പ്രൊഫസർ എക്സാംസുകളൊക്കെ തന്നെയാണ് നമുക്ക് ഇതിൽ വരുന്നത്. സോ അപ്പൊ നമുക്ക് അതിലൊക്കെ ചോദിച്ച ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസുകൾ തന്നെ ആയിരിക്കും ചോദിക്കുന്നത്. സോ നിങ്ങൾ മാത്സ് ഒക്കെ പഠിക്കുമ്പോഴേ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കേസ്, നമ്മളെ ക്വസ്റ്റ്യൻസ് ഒബ്ജക്റ്റീവ് ടൈപ്പ് ആണെങ്കിലും നിങ്ങൾ പഠിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുക? നമ്മൾ സാധാരണ കൺവെൻഷനലി ചെയ്യുന്ന പോലെ തന്നെ സാധാരണ എന്ത് ചെയ്യുക? നോർമൽ ആയിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് ചെയ്യുക. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് മൾട്ടിപ്പിൾ ചോയ്സും ചെയ്യാൻ പറ്റും. അത് നമ്മൾ വെറും മൾട്ടിപ്പിൾ ചോയ്സ് മാത്രം ചെയ്യുകയാണെങ്കിൽ അതിന്റെ ഇടയിൽ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസുകളൊക്കെ ചോദിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ? അതുപോലെ നമുക്ക് കൺസെപ്റ്റ് ക്ലിയർ ആവില്ല. ഓക്കെ അല്ലേ? അപ്പൊ നിങ്ങൾ പഠിക്കുമ്പോൾ ഇപ്പൊ ഞാൻ പറഞ്ഞത് ഈ ചാപ്റ്റർ എന്നല്ല, ഏത് പഠിക്കുകയാണെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക? മാത്സിൽ ഏത് ചാപ്റ്റർ നിങ്ങൾ ഒറ്റക്ക് പഠിക്കുന്നവരുണ്ടാവാമില്ല, എങ്ങനെ പഠിക്കുകയാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ ഓരോ ടോപ്പിക്കിലും കൺവെൻഷണൽ ക്വസ്റ്റ്യൻസും കൂടെ കുറച്ച് ചെയ്യണം. എന്താ കൺവെൻഷണൽ ക്വസ്റ്റ്യൻസ്? ഇവിടെ മൾട്ടിപ്പിൾ ചോയ്സ് അല്ലാതെ ഫൈൻഡ് ഔട്ട് ദ ഇന്റഗ്രൽ ഓഫ് എന്നൊക്കെ പറഞ്ഞ ക്വസ്റ്റ്യൻ ചോദിക്കൂലേ? അതിലെ കുറച്ച് ക്വസ്റ്റ്യൻസുകൾ നിങ്ങൾ ആ രീതിയിൽ ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് ഏത് ചെയ്യാൻ പറ്റുള്ളൂ? മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ, സോ നമ്മൾ പറയുന്നത് ടൈപ്സ് ഓഫ് മെട്രിക്സ്. ആദ്യമൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് എണ്ണാണ്, നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്നതായിരിക്കും. അതിൽ ഫസ്റ്റ് വരുന്നതാണ് റോ മെട്രിക്സ് അല്ലെങ്കിൽ നമുക്ക് പറയാം റോ മെട്രിക്സ്. ഓക്കെ, റോ മെട്രിക്സ് അതിൽ വരുന്നതാണ് റോ മെട്രിക്സ്. ഓക്കെ, റോ മെട്രിക്സ് അല്ലെങ്കിൽ നമ്മൾ പറയും റോ വെക്ടർ എന്ന് പറയും സിംപ്ലി. ഓക്കെ, റോ മെട്രിക്സ് അല്ലെങ്കിൽ റോ വെക്ടർ എന്ന് പറയുന്നുണ്ട്. സോ ആ ക്വസ്റ്റ്യൻ പറയുന്ന പേരിൽ തന്നെ പറയുന്നുണ്ട് എന്താണ് റോ മെട്രിക്സ് അല്ലെങ്കിൽ റോ വെക്ടർ എന്ന് പറഞ്ഞാൽ. അതായത് മെട്രിക്സ് ഹാവിംഗ് ഓൺലി വൺ റോ, ഒറ്റ റോ വരുന്ന മെട്രിക്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? റോ മെട്രിക്സ് എന്ന് പറയുന്നത്. ഇതൊക്കെ പെട്ടെന്ന് പറഞ്ഞു പോയിക്കൂടെ? മെട്രിക്സ് ഹാവിംഗ്, പക്ഷെ പഠിച്ചിരിക്കണം, നിർബന്ധമായിട്ടും ബൈഹാർട്ട് ചെയ്തിരിക്കണം എല്ലാ ടൈപ്സുകളും. മെട്രിക്സ് ഹാവിംഗ് ഓൺലി വൺ റോ, ഓക്കെ, ഒറ്റ റോ വരുന്ന ഒറ്റ റോ വരുന്ന മെട്രിക്സുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? നമ്മൾ റോ മെട്രിക്സ് എന്ന് പറയുന്നത്,
റോ മെട്രിക്സ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഇവിടെ നോക്കണോ, ഫോർ എക്സാമ്പിൾ നമുക്ക് എന്ത് പറയാം, ഫോർ എക്സാമ്പിൾ എ ഈക്വൽ ടു ആണ് എ ഈക്വൽ ടു 2 - 3 8. ഓക്കെ, അപ്പോൾ ഇതിന്റെ ഓർഡർ എത്രയാ, ഒറ്റ റോയിലുള്ളൂ, ഒരു റോ പക്ഷെ 3 കോളം ഉണ്ട് അല്ലെ. ഒറ്റ റോയേ ഉള്ളൂ പക്ഷെ നമ്മൾ എടുക്കുകയാണെങ്കിൽ എന്താ 1 2 3 കോളം വരുന്നുണ്ട്. കോളം എത്ര ആയിക്കോട്ടെ അവിടെ ഒറ്റ റോയേ ഉള്ളെങ്കിൽ നമ്മൾ അതിനെന്ത് പറയും, ഒറ്റ റോ ഉള്ളെങ്കിൽ നമ്മൾ എന്ത് പറയും, അതിനെ റോ മെട്രിക്സ് അല്ലെങ്കിൽ റോ വെക്ടർ എന്ന് പറയും, റോ മെട്രിക്സ് അല്ലെങ്കിൽ റോ മെട്രിക്. ഓക്കെ, ക്ലിയർ. ഇതുപോലെ നമുക്ക് രണ്ടാമത്തും പറഞ്ഞൂടെ, ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാം, രണ്ടാമത്തും പറയാം കോളം മെട്രിക്സ് അല്ലെങ്കിൽ പറയാം കോളം വെക്ടർ. ഓക്കെ, എന്താണ് കോളം മെട്രിക്സ് അല്ലെങ്കിൽ കോളം വെക്ടർ എന്ന് പറഞ്ഞാല്, കോളം മെട്രിക്സ് അല്ലെങ്കിൽ കോളം വെക്ടർ എന്ന് പറഞ്ഞാല് ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് പറഞ്ഞിവിടെ എന്തായിരിക്കും, മെട്രിക്സ് ഹാവിംഗ് സിംഗിൾ കോളം അല്ലെങ്കിൽ ഓൺലി 1 കോളം, മെട്രിക്സ് ഹാവിംഗ് ഓൺലി 1 കോളം. എത്ര റോയും ആവാം, പക്ഷെ എന്താ ഉള്ളൂ, ഒറ്റ കോളം ഉള്ളെങ്കിൽ നമുക്ക് അതിനെന്ത് വിളിക്കാം, കോളം മെട്രിക്സ് എന്ന് വിളിക്കാം, കോളം മെട്രിക്സ്. ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ എക്സാമ്പിൾ എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ് ആണ് 3 1 - 2. എന്താണ് ഇതിന്റെ ഓർഡർ വരിക, എത്ര റോ ഉണ്ട് ഇവിടെ, 1 2 3 റോ വരുന്നില്ലേ, 3 റോ വരുന്നുണ്ട്. പക്ഷെ കോളം എന്താണ്, കോളം ഒറ്റ കോളേ ഉള്ളൂ. അപ്പൊ നമുക്ക് അതിനെന്ത് പറയാം, നമുക്ക് അതിനൊരു കോളം മെട്രിക്സ് എന്ന് പറയാം. നമുക്ക് എന്ത് പറയാം, കോളം മെട്രിക്സ്. ഓക്കെ അല്ലേ. മൂന്നാമത്തെ നമ്മൾ പറയുന്നത് സ്ക്വയർ മെട്രിക്സ്. ഓക്കെ, അപ്പൊ നമ്മൾ പല ടൈപ്സ് ഓഫ് മെട്രിക്സിൽ തന്നെ നമുക്ക് വളരെ നമ്മൾ ഇനി അങ്ങോട്ട് പറയുന്നതിലൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ് ഏതെന്ന് പറയുന്നത്, സ്ക്വയർ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും സ്ക്വയർ മെട്രിക്സ്. നമ്മൾ സാധാരണ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ, വിഡ്ത്ത് ഈക്വൽ ടു ലെങ്ത് ആയിരിക്കൂലേ. അപ്പൊ ഇവിടെ നമ്മളെ മെട്രിക്സിലെ നമ്മളെ ലെങ്ത്തും വിഡ്ത്തും ആരാണ്, കോളവും റോയും അല്ലേ. അപ്പൊ വിഡ്ത്ത് ഈക്വൽ ടു കോളം ആണ് സ്ക്വയർ എന്ന് പറയുകയാണെങ്കിൽ സ്ക്വയർ മെട്രിക്സ് എന്തായിരിക്കും, നമ്പർ ഓഫ് കോളംസ് ഈക്വൽ ടു നമ്പർ ഓഫ് റോ. ഓക്കെ, എ സ്ക്വയർ മെട്രിക്സ് ഈസ് മെട്രിക്സ് ഇൻ വിച്ച് എന്താണ് നമ്മൾ പറഞ്ഞത്, നമ്പർ ഓഫ് റോസ് ഈക്വൽ ടു നമ്പർ ഓഫ് കോളം, നമ്പർ ഓഫ് റോസ് ഈക്വൽ ടു നമ്പർ ഓഫ് കോളം. ഇതിനെയാണ് നമ്മൾ ഏത് പറയുന്നത്, നമ്പർ ഓഫ് മെട്രിക്സ് ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് റോസ് ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് കോളം, നമ്പർ ഓഫ് കോളം. ഓക്കെ അല്ലേ. അപ്പൊ ഇതിനെയാണ് അതായത് നമുക്ക് പറയാം ദാറ്റ് ഈസ് നമ്മൾ എമ്മും എന്നും ആണ് എടുക്കുന്നെങ്കിൽ എം ഈസ് ഈക്വൽ ടു എൻ. ഓക്കെ, എക്സാമ്പിൾ പറയാലോ എ എന്ന് പറയുന്നത് 2 1 3 8. നോക്കൂ ഇവിടെ എത്രയാണ്, 2 കോളം. അതുപോലെ തന്നെ റോ എടുക്കുകയാണെങ്കിൽ എന്താണ് 2 റോ അതുപോലെ കോളം എടുക്കുകയാണെങ്കിലോ നമുക്ക് ഇവിടെ 2 കോളം വരുന്നുണ്ട്, 2 കോളം വരുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്ത് പറയാം, 2/1 എം ഈക്വൽ ടു എൻ അല്ലേ. അങ്ങനെ എത്ര എഴുതി കൂടെ നിങ്ങൾക്ക്, ബി എന്ന് പറയുന്ന വേറൊരു മെട്രിക്സ് ഞാൻ എടുക്കുന്നു, ചാർജ് എട്ടുള്ളൂ. ഓക്കെ, ബി എന്ന് പറയുന്ന മെട്രിക്സ് ഏതാ, ഞാൻ എടുക്കുന്നു -1 0 8. ഓക്കെ, -1 0 8 അതുപോലെ നമുക്ക് എന്ത് പറയാം 2 3 -4 ഞാൻ വെറുതെ എടുത്താട്ടോ 5 6 8. അപ്പൊ ഇവിടെ നോക്കണോ, ഞാൻ ഈ എഴുതിയാലും കാണുന്നില്ലേ, എന്താണ് -1 0 8 2 3 -4 5 6 8 എത്രയാ 3/3 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ മെട്രിക്സിന് എന്ത് പറയാം, സ്ക്വയർ മെട്രിക്സ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഒന്നുമില്ല, സിമ്പിൾ ആയിട്ട് സ്ക്വയർ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്പർ ഓഫ് റോസ് ഈക്വൽ ടു എന്താണ്, നമ്പർ ഓഫ് കോളം ആണ്. അതിനാണ് നമ്മൾ ഏതെന്ന് പറയാ, സ്ക്വയർ മെട്രിക്സ് എന്ന് പറയുന്നത്. ക്ലിയർ. നാലാമത്തെ വരുന്നതാണ് സ്ക്വയർ മെട്രിക്സ്. ഓക്കെ, ഇതൊക്കെ വളരെ സിമ്പിൾ ആയതുകൊണ്ടാട്ടോ അങ്ങനെ സ്പീഡിൽ പോകുന്നത്. ക്ലാസ് നമ്മൾ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ എങ്ങനെ ആയിരിക്കില്ല, പേടിക്കണ്ട. നാലാമത്തെ നമ്മൾ പറയുന്നത്, മൂന്നാമത്തെ സ്ക്വയർ മെട്രിക്സ് അല്ല, നാലാമത്തെ പറയുന്നതിന് മുമ്പ് ഇവിടെ കുറച്ച് പോയിന്റ് പറയാനുണ്ട്. അപ്പൊ നമ്മൾ സ്ക്വയർ മെട്രിക്സ് പറഞ്ഞില്ലേ, ഇവിടെ ഒരു സ്ക്വയർ മെട്രിക്സിന്റെ നമ്മൾ പറയുന്നത് എന്താ, ഈ എലമെന്റുകൾ നമ്മൾ പറയുന്ന പേരാണ് ഇത് ഡയഗണൽ എലമെന്റ്സ് എന്ന് പറയുന്നത്. ഈ സംഭവത്തിന് നമ്മളെന്ന് പറയുന്നത് ഡയഗണൽ എലമെന്റ്സ്. അപ്പൊ ഇവിടെ പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ഡയഗണൽ എലമെന്റ്സ് എവിടെ മാത്രമേ ഉള്ളൂ, സ്ക്വയർ മെട്രിക്സിൽ മാത്രമേ നമ്മൾ ഡയഗണൽ എലമെന്റ്സ് പറയാറുള്ളൂ. അപ്പൊ നിങ്ങൾ ചോദിക്കും അതെന്താ സ്ക്വയർ അല്ലാത്ത മെട്രിക്സിൽ നമ്മൾ ഡയഗണൽ എലമെന്റ്സ് പറയാത്തത് എന്ന്. ഇവിടെ ഞാനിത് അവിടെ ഒരു മെട്രിക്സ് എടുക്കുന്നു, 2 3 8 -1 0 7 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെട്രിക്സ്. നിങ്ങളോട് ആരെങ്കിലും പറയുന്നു അതിന്റെ ഡയഗണൽ എലമെന്റ്സ് കണ്ടുപിടിക്കാൻ പറഞ്ഞാല്, നിങ്ങൾ ഇതാണോ എടുക്കുക ഏതാ എടുക്കുക, നമുക്ക് കൺഫ്യൂഷൻ ആവില്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, നമ്മൾ ഒരിക്കലും ഒരു നോൺ സ്ക്വയർ മെട്രിക്സ്, റെക്ടാങ്കുലർ മെട്രിക്സിൽ സ്ക്വയർ മെട്രിക്സ് അല്ലെങ്കിൽ റെക്ടാങ്കുലർ മെട്രിക്സ് നമ്മൾ എന്ത് പറയാറില്ല, ഡയഗണൽ എലമെന്റ്സ് പറയാറില്ല. അപ്പൊ നമുക്ക് ഇവിടെ പറയാം ഡയഗണൽ എലമെന്റ്സ് ആർ ഓൺലി ഇൻ
സ്ക്വയർ മെട്രിക്സ്. ഓക്കെ, സ്ക്വയർ മെട്രിക്സിൽ മാത്രമേ നമ്മൾ ഏത് പറയുന്നുള്ളൂ, ഡയഗണൽ എലമെന്റ്സ് പറയുന്നുള്ളൂ. സ്ക്വയർ മെട്രിക്സിൽ മാത്രമാണ് നമ്മൾ ഡയഗണൽ എലമെന്റ്സ് പറയുന്നത്. സ്ക്വയർ മെട്രിക്സിൽ മാത്രമാണ് നമ്മൾ ഡയഗണൽ എലമെന്റ്സ് പറയുന്നത്. സോ അപ്പൊ നമുക്ക് എന്ത് പറയാം, സ്ക്വയർ എലമെന്റ്സിൽ മാത്രമാണ് നമുക്ക് ഏത് കിട്ടുന്നത്, സ്ക്വയർ മെട്രിക്സിൽ മാത്രമാണ് ഡയഗണൽ എലമെന്റ്സ്. ഏതൊക്കെയാണ് നമ്മൾ ഡയഗണൽ എലമെന്റ്സ് വരിക? അപ്പൊ ഞാനിത് ഈ മെട്രിക്സിനെ ജനറൽ ആയിട്ട് എഴുതുകയാണെങ്കിൽ ഏതൊക്കെയാണ് ഡയഗണൽ എലമെന്റ്സ് വരുന്നത്? A11, A22, A33, കോമ അല്ലെ. അതുപോലെ ലാസ്റ്റ് പറയുകയാണെങ്കിൽ AN/N എന്ന് പറയാം, അല്ലെങ്കിൽ ANN. ഇതുപോലുള്ള മെട്രിക്സുകളാണ് നമ്മൾ ഏതെന്ന് പറയുന്നത്. ഇതുപോലുള്ള ആ മെട്രിക്സിലെ ഈ പറയുന്ന എലമെന്റുകളാണ് നമ്മൾ ഏത്, നമ്മുടെ ഡയഗണൽ എലമെന്റ്സ് എന്ന് പറയുന്നത്. ഡയഗണൽ എലമെന്റ്സ്. ഓക്കെ, ഈ ഡയഗണൽ എലമെന്റ്സ് നമുക്ക് വേറെ രീതിയിൽ എക്സ്പ്രസ് ചെയ്യാം. നമുക്ക് പറയാം ഡയഗണൽ എലമെന്റ്സ് എന്ന് പറയുന്നത് ഈക്വൽ ടു AIJ ആണ്. അപ്പൊ നിങ്ങൾ AIJ പറഞ്ഞാൽ A12, A13 എന്നൊക്കെ പറഞ്ഞില്ലേ. പോരാ, കണ്ടീഷൻ ഉണ്ട്. വേർ എന്താണ് കണ്ടീഷൻ? I is equal to J for all. എന്നുള്ളത് നമ്മൾ ഇങ്ങനെ കൊടുക്കും. I is equal to J for all I and J. I is equal to J for all I and J. അതെന്താണ് ഉദ്ദേശിച്ചത്? I is equal to J for all I and J. ഇതിലൊക്കെ ഓരോ I and J അല്ലേ? ഇതിലൊക്കെ ഓരോ I and J അല്ലേ? അതായത് ഞാൻ ഇവിടെ എക്സാമ്പിൾ ചെയ്താണെങ്കിൽ A ഈക്വൽ ടു ഞാൻ ആയിരുന്നു 1, 3, 8. ഓക്കെ, അടുത്ത -2, 4, 6. ഓക്കെ അല്ലോ. 0, 5, 3 എന്ന് കൊടുത്തു. ഓക്കെ അല്ലെ, 0, 5, 3 എന്ന് കൊടുത്തു. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ഞാൻ ഈ മെട്രിക്സ് എടുത്താലേ ഇങ്ങോട്ട് നോക്കുക, ഞാൻ ഈ മെട്രിക്സ് എടുത്താല് ഇതല്ലേ A11, ഇതാണ് A12, ഇതാണ് A13, ഇതാണ് A23, ഇതാണ് A22, ഇതാണ് A23 അല്ലെ. സോറി, മാറിപ്പോയി. A11, A12, A13. അടുത്തേതാ A21, A22, A23. അടുത്തേതാ A31, A32, A33. ഓക്കെ അല്ലേ. അപ്പൊ ഇവിടെ IJ വരുന്നുണ്ട്. സോ I is equal to J എന്ന് വരുന്നത് ഏത് കേസുകളിൽ മാത്രമാണ്? A11ലും A22ലും A33ലും അല്ലേ. സോ അപ്പൊ നമ്മൾ എന്ത് പറയും? AIJ ഏതാണ് I is equal to J വരുന്ന കേസുകളാണ് ഏതെന്ന് പറയുന്നത് ഡയഗണൽ എലമെന്റ്സ് എന്ന് പറയുന്നത്. ഡയഗണൽ എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ AIJ ആണ്. പക്ഷെ കണ്ടീഷൻ എന്താ? I is equal to J ആണ്. ഫോർ ഓൾ I and J. അതിലെല്ലാ I and J ലും കൂട്ടിയിട്ട് I is equal to J വരുന്നതാണ് നമ്മൾ ഏതെന്ന് പറയുന്നത് ഡയഗണൽ എലമെന്റ്സ് എന്ന് പറയുന്നത്. ഡയഗണൽ എലമെന്റ്സ്. ഓക്കെ, അപ്പൊ ഞാൻ ഈ എഴുതിയ എക്സാമ്പിളിലെ ഡയഗണൽ എലമെന്റ്സ് ഏതാണോ? ഡയഗണൽ എലമെന്റ്സ് ഈക്വൽ ടു ഏതാ? 1, 4, 3. ഓക്കെ, 1, 4, 3 ആണ് ഏതെന്ന് പറയുന്നത് ഡയഗണൽ എലമെന്റ്സ് എന്ന് പറയുന്നത്. ഇനി ഇവിടെ തന്നെ പറയാനുള്ള വേറെ പോയിന്റ് ആണ് ട്രേസ്. ഓക്കെ, ട്രേസ് ഓഫ് എ മെട്രിക്സ്. സോ ഈ ട്രേസും ഏത് മെട്രിക്സിന് മാത്രമേ ഉള്ളൂ? സ്ക്വയർ മെട്രിക്സിന് മാത്രമേ ഉള്ളൂ. ഈ പറയുന്ന ട്രേസും ഏതിന് മാത്രമേ ഉള്ളൂ? നമുക്ക് സ്ക്വയർ മെട്രിക്സിന് മാത്രമാണ് നമ്മൾ ഏത് പറയുന്നത്? ട്രേസ് പറയുന്നത്. ട്രേസ് നമുക്ക് പ്രീവിയസ്ലി ചോദിച്ചിട്ടുള്ളതാണ് PSCക്ക്. എന്താണ് ട്രേസ് ഓഫ് എ മെട്രിക്സ് എന്ന് പറഞ്ഞാല്? എന്താടോ? സം ഓഫ് ദി ഡയഗണൽ എലമെന്റ്സ് ഓഫ് എ സ്ക്വയർ മെട്രിക്സ്. ഒരു സ്ക്വയർ മെട്രിക്സിന്റെ ഡയഗണൽ എലമെന്റ്സിന്റെ സമ്മാണ് നമ്മൾ ഏതെന്ന് പറയുന്നത് ട്രേസ് ഓഫ് എ മെട്രിക്സ് എന്ന് പറയുന്നത്. ട്രേസ് ഓഫ് എ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ സം ഓഫ് ഡയഗണൽ എലമെന്റ്സ് A11 പ്ലസ് A22 പ്ലസ് A33 പ്ലസ് എക്സെട്ര പ്ലസ് ANN എന്ന് പറഞ്ഞാൽ മതി. ANN ഇതാണ് നമ്മൾ ഏതെന്ന് പറയുന്നത് ട്രേസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ മുകളിൽ പറഞ്ഞിട്ടുള്ള എക്സാമ്പിളിലെ ട്രേസ് എന്താണോ? നമ്മൾ ഈ പറഞ്ഞ മെട്രിക്സ് ഇല്ലേ, നമ്മൾ എക്സാമ്പിൾ എടുത്ത മെട്രിക്സ് ഇല്ലേ 1, 3, 8 എന്നൊക്കെ പറഞ്ഞ് ഇവിടെ എന്താണ് ട്രേസ് വരിക? ഇവിടെ നമ്മൾ പറഞ്ഞു ഇതാണ് ഡയഗണൽ എലമെന്റ്സ്. 1, 4, 3 ആണ് ഡയഗണൽ എലമെന്റ്സ്. സോ അതിന്റെ സം എത്ര വരുടോ? 1 + 4 + 3 അല്ലേ? 1 + 4 + 3 which is equal to 8 ആണ് നമ്മൾ ഇവിടുത്തെ ഏതെന്ന് പറയുന്നത് ട്രേസ് എന്ന് പറയുന്നത്. 8 ആണ് നമ്മൾ ഏതെന്ന് പറയുന്നത് ട്രേസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അപ്പൊ നമ്മൾ ഇപ്പൊ ഏതാ പറഞ്ഞത്? എന്താണ് സ്ക്വയർ മെട്രിക്സ് പറഞ്ഞു? ഒരു സ്ക്വയർ മെട്രിക്സിൽ ഈ പറയുന്ന എലമെന്റ്സുകളെയാണ് നമ്മൾ ഡയഗണൽ എലമെന്റ്സ് എന്ന് പറഞ്ഞു. അതിന്റെ സമ്മാണ് എന്തെന്ന് പറയുന്നത് ട്രേസ് ഓഫ് എ മെട്രിക്സ് എന്ന് പറയുന്നത്. അതിന്റെ സമ്മാണ് എന്തെന്ന് പറഞ്ഞു? അതിന്റെ സമ്മിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ട്രേസ് ഓഫ് എ മെട്രിക്സ് എന്ന് പറയുന്നത്. അപ്പൊ ട്രേസ് ഓഫ് മെട്രിക്സ് എവിടെ മാത്രമേ ഉണ്ടാവുള്ളൂ? ട്രേസ് ഓഫ് ദി മെട്രിക്സ് എവിടെ മാത്രമേ ഉണ്ടാവുള്ളൂ? നമ്മുടെ സ്ക്വയർ അല്ലെ, സ്ക്വയർ മെട്രിക്സിൽ മാത്രമാണ് വരുന്നത്. സ്ക്വയർ മെട്രിക്സിൽ മാത്രം. ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ ഇതുവരെ പറഞ്ഞത് ഏതാണ്? 3 എണ്ണാണ് പറഞ്ഞത്. മൂന്നാമത്തെ സ്ക്വയർ മെട്രിക്സ്. ഞാൻ നാലാമത്തെ പറയാലോ? ഞാനിത് അവിടെ നാലാമത്തെ പറയുന്നു. ഡയഗണൽ മെട്രിക്സ്
ഡയഗണൽ മെട്രിക്സ്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ ഡയഗണൽ എലമെന്റ്സ് ആണ്. പക്ഷെ ഇവിടെ വരുന്ന ഏതാണ് നമുക്ക് ഡയഗണൽ മെട്രിക്സ് ആണ് വരുന്നത്. ഡയഗണൽ മെട്രിക്സ്. ഓക്കെ, എന്തായിരിക്കും ഒരു ഡയഗണൽ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ? ഓക്കെ, കുറെ ആൾക്കാർ ഇങ്ങനെ പഠിച്ചു വെച്ചിട്ടുണ്ടാവും ഡയഗണൽ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഡയഗണലിൽ മാത്രം എന്താണ് എലമെന്റ്സ് ഉണ്ടാവുള്ളൂ, ബാക്കിയൊക്കെ സീറോ ആയിരിക്കും എന്നുള്ളത്. ഓക്കെ, അങ്ങനെയല്ല നമ്മൾ പറയുന്നത്. ആക്ച്വലി അങ്ങനെയല്ല ഡയഗണൽ മെട്രിക്സിന്റെ കറക്റ്റ് ഡെഫിനിഷൻ പറയുന്നത്. എന്താണ് പറയുന്നത്? ഓൾ നോൺ ഡയഗണൽ എലമെന്റ്സ്. ഓക്കെ, ഓൾ നോൺ ഡയഗണൽ എലമെന്റ്സ്. ഇതൊക്കെ സ്ക്വയർ മെട്രിക്സിലേ ഉള്ളൂ കേട്ടോ. ഇതൊക്കെ സ്ക്വയർ മെട്രിക്സിൽ നമ്മൾ പറയുന്നുള്ളൂ ഡയഗണൽ മെട്രിക്സ് ഒക്കെ. കാരണം ഇവിടെ മാത്രമല്ല ഡയഗണൽ ഉള്ളൂ. ഓൾ നോൺ ഡയഗണൽ, ഏതാണ് മറ്റുള്ള ഡയഗണൽ അല്ല, നോൺ ഡയഗണൽ. ഓൾ നോൺ ഡയഗണൽസ് എലമെന്റ്സ് ആർ സീറോ. ഓക്കെ, എല്ലാ നോൺ ഡയഗണൽ എലമെന്റ്സും എന്തായിരിക്കും? സീറോ ആയിരിക്കും. ക്ലിയർ? എല്ലാ നോൺ ഡയഗണൽ എലമെന്റ്സും സീറോ ആയിരിക്കും. അപ്പൊ നിങ്ങൾ ഒരു ചോദ്യം ചോദിക്കും, ഡയഗണൽ എലമെന്റ്സോ അത് സീറോയോ നോൺ സീറോയോ ആവാം. അപ്പൊ അത് ഫുള്ളായിട്ട് സീറോ, അതായത് ഡയഗണലുള്ള എല്ലാം സീറോ ആയിട്ട് നമ്മൾ സാധാരണ എടുക്കാറില്ല. അതായത് ഡയഗണൽ എലമെന്റ്സ് ഇപ്പൊ ഞാൻ പറഞ്ഞ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? എ സി ഈക്വൾ ടു ഞാനത് എടുക്കുന്നു 0 2 -1 3 0 1. അടുത്തേതാ 4 പോയല്ലേ, നേരെ തിരിച്ച് ഡയഗണൽ എലമെന്റ്സ് എടുക്കുമ്പോൾ നമുക്ക് എന്തെടുക്കാം? 3 0 0. ഓക്കെ, അടുത്തേതാ 0 8 0 0 0 1. ഇതേതാ? ഡയഗണൽ എലമെന്റ്സ് ആണ്. ഞാൻ ഈ എഴുതിയിട്ടുള്ള ഏതാണോ ഇത് ഡയഗണൽ എലമെന്റ്സ് ആണ്. കാരണം എന്താ? ഇതിന്റെ നോൺ ഡയഗണൽ എലമെന്റ്സ് ഒക്കെ നോക്ക് നിങ്ങൾ. ഏതാ ഞാനിപ്പോ ഈ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള സംഭവങ്ങളില്ലേ, അതാണ് നോൺ ഡയഗണൽ എലമെന്റ്സ്. അതൊക്കെ എവിടെയാണ് വരുന്നത്? അതൊക്കെ സീറോ ആണ് വരുന്നത്. അപ്പൊ നിങ്ങൾ പറയും അപ്പൊ അങ്ങനെയാണെങ്കിൽ ഡയഗണൽ എലമെന്റ്സ് നോൺ സീറോ ആണല്ലോ. ഡയഗണൽ എലമെന്റ്സ് നോൺ സീറോ ആകണമെന്നില്ല. ഡയഗണൽ മെട്രിക്സിലെ നോൺ സീറോ എലമെന്റ്സ് ഡയഗണൽ ആകണമെന്നില്ല. അതായത് വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബി സി ഈക്വൽ ഞാൻ എടുക്കുന്നു 0 0 4. ഓക്കെ, അടുത്ത എന്താ? 0 0 0. അടുത്ത എന്താ? 0 4 0. അടുത്ത എന്താ? 0 0 3. ഇതെഴുതി. അപ്പോൾ നോക്ക് നിങ്ങള്, ഇവിടെ നമ്മൾ ഈ ഡയഗണൽ എലമെന്റ്സ് എടുത്താൽ അത് നോൺ സീറോയും സീറോയും വരുന്നുണ്ട്. അത് നമ്മൾ നോക്കണ്ട. ഡയഗണൽ എലമെന്റ്സ് സീറോ ആണ്, നോൺ സീറോ നോക്കണ്ട. നമ്മൾ നോക്കേണ്ട എന്താ? ബാക്കിയുള്ള നോൺ ഡയഗണൽ എലമെന്റ്സ് ഉണ്ടല്ലോ, ഈ പറയുന്ന നോൺ ഡയഗണൽ എലമെന്റ്സ് സീറോ ആയാല് നമുക്ക് ധൈര്യപൂർവ്വം പറയാം നമ്മളെ മെട്രിക്സ് എന്ന് പറയുന്നത് ഏതാ? അതൊരു ഡയഗണൽ മെട്രിക്സ് ആണ്. അതൊരു ഡയഗണൽ മെട്രിക്സ് ആണെന്ന് പറയാം. ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ എങ്ങനെയാണ് ഡയഗണൽ മെട്രിക്സിനെ ഡിനോട്ട് ചെയ്യുക? ഞാൻ നേരത്തെ പറഞ്ഞ ഇക്വേഷൻ വൈസ് ഡിനോട്ട് ചെയ്യുമ്പോൾ എന്താ പറയാ? എ ഈസ് സെഡ് ടു ബി ഡയഗണൽ മെട്രിക്സ്. A is said to be a diagonal matrix. നമുക്ക് പറയാം A എന്ന് പറയുന്നത് ഒരു ഡയഗണൽ മെട്രിക്സ് ആണ്. നമ്മൾ എപ്പോഴാ പറയാ? A is said to be a diagonal matrix. എപ്പോഴാ നമ്മൾ പറയാ? when A is equal to Aij. കണ്ടീഷൻ എന്താണ്? when A is equal to Aij കണ്ടീഷൻ ഉണ്ട്. Aij is equal to 0 ആണ്. എപ്പോഴേ? when എന്താണ്? when I not equal to j for all I and j. ഇത് മനസ്സിലായോ? ഇത് എഴുതിയത് എല്ലാവർക്കും മനസ്സിലായോ? അതായത് A എന്ന് പറയുന്നത് എന്താണ്? ഒരു ഡയഗണൽ മെട്രിക്സ് ആണ്. എപ്പോഴാണ്? Aij 0 ആയിരിക്കണം. അതിന്റെ അർത്ഥം എല്ലാ വാല്യൂ സീറോ ആയിരിക്കണം എന്നല്ല, എല്ലാ വാല്യൂം സീറോ ആയിരിക്കണം എന്നല്ല. അതിന്റെ അത് പറഞ്ഞിട്ടുണ്ട് വെൻ. എപ്പോഴാണ് Aij 0 ആണ്ടത്? വെൻ അത് പറയുന്നുണ്ട്. Aij 0 ആകുന്നത് എപ്പോഴാണ്? I not equal to j. I equal to j അല്ലാത്ത എല്ലായിടത്തും എന്തായിരിക്കണം? I not equal to j ആകുന്ന എല്ലായിടത്തും, I is equal to j ആകുന്ന എല്ലാ സ്ഥലത്തും എന്തായിരിക്കണം? 0 ആയിരിക്കണം. നിങ്ങൾ നോക്കടോ. A11 എന്ന് പറഞ്ഞാൽ I not equal to j ആണ്. നമ്മളിവിടെ പറഞ്ഞ I not equal to j ആട്ടോ. A11 I not equal അല്ല. പക്ഷെ ഇവിടെ നോക്ക് നിങ്ങൾ, A12 അല്ലേ, ഇവിടെ I not equal to j അല്ലേ, അവിടെ എന്തായിരിക്കണം? 0 ആയിരിക്കണം. A13 നോക്ക് നിങ്ങൾ, I not equal to j അല്ലേ, അവിടെ 0 ആണ്. ഇനി ഇവിടെ നോക്ക് നിങ്ങൾ, ഈ സംഭവം നോക്കുക, എത്രയാ? A32 ആണ് അല്ലെ. ഇത് ഐയും ഇത് ജോയ് ആണ്. അതിന് രണ്ട് നോട്ട് ഈക്വൽ ടു അല്ലേ? അപ്പൊ എന്താണ് ഒരു ഡയഗണൽ മെട്രിക്സിന്റെ കണ്ടീഷൻ? Aij 0 ആയിരിക്കണം. എപ്പോഴാണ്? when I not equal to j for all I and j. എല്ലാ I and j ക്കും I not equal to j വരുന്നിടത്തൊക്കെ Aij എന്തായിരിക്കും? 0 ആയിരിക്കും. ഇതാണ് നമ്മൾ ഏതെന്ന് പറയുന്നത്? ഒരു ഡയഗണൽ മെട്രിക്സ് എന്ന് പറയുന്നത്. ഡയഗണൽ മെട്രിക്സ്. ഓക്കെ അല്ലേ? അടുത്തത് എന്താണ്? സ്കേലാർ മെട്രിക്സ്. സോ സ്കേലാർ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താ? അതൊരു ഡയഗണൽ മെട്രിക്സ് ആണ്. പിന്നെന്താ അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്? ഓൾ ഡയഗണൽ എലമെന്റ്സ് ആർ കോൺസ്റ്റന്റ്. ഓക്കെ, നമുക്ക് പറയാം സ്കേലാർ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എ ഡയഗണൽ മെട്രിക്സ്
അപ്പൊ എന്താ ഡയഗണൽ മെട്രിക്സ് അറിയാലോ? എല്ലാ നോൺ ഡയഗണൽ എലമെന്റ്സും, ശ്രദ്ധിക്കുന്നുണ്ടല്ലോ, എല്ലാ നോൺ ഡയഗണൽ എലമെന്റ്സും എന്തായിരിക്കും? 0 ആയിരിക്കും. സോ സ്കാലാർ മെട്രിക്സ് എന്ന് പറയുന്നത് ഒരു ഡയഗണൽ മെട്രിക്സ് ആണ് ഇൻ വിച്ച് എ ഡയഗണൽ മെട്രിക്സ് ഇൻ വിച്ച് ഓൾ ദ ഡയഗണൽ എലമെന്റ്സ് ആർ കോൺസ്റ്റന്റ്. ഓൾ ദ ഡയഗണൽ എലമെന്റ്സ് ആർ കോൺസ്റ്റന്റ്. ഓൾ ദ ഡയഗണൽ എലമെന്റ്സ് ആർ കോൺസ്റ്റന്റ്. അപ്പൊ നോൺ ഡയഗണൽ എലമെന്റ്സോ ഇവിടെ പറഞ്ഞതാണ്. ഇവിടെ പറയുന്ന ഓൾ ദ ഡയഗണൽ എലമെന്റ്സ് കോൺസ്റ്റന്റ് എന്നാ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നോൺ ഡയഗണൽ എലമെന്റ്സോ അത് 0 അല്ലേ? അത് 0 അല്ലേ? അതുകൊണ്ടല്ലേ നമ്മൾ ഇതിനെ ഡയഗണൽ മെട്രിക്സ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ ഡയഗണൽ മെട്രിക്സ് എന്ന് പറയുന്നത്. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് പറയാം എസ് ഈക്വൽ ടു -1 0 0 0 -1 0 0 0 -1. അപ്പൊ ഇതെന്താ? ഇതൊരു ഡയഗണൽ മെട്രിക്സ് ആണ്. ആ ഡയഗണൽ മെട്രിക്സിലെ എല്ലാ ഡയഗണൽ എലമെന്റ്സും എന്താണ്? എല്ലാ ഡയഗണൽ എലമെന്റ്സും കോൺസ്റ്റന്റ് ആണ്. -1 -1 ആണ്. സോ അപ്പൊ നമുക്ക് പറയാം ഈ മെട്രിക്സിന് എന്ത് പേരിട്ട് വിളിക്കാം? ഈ മെട്രിക്സിന് നിങ്ങൾക്ക് സ്കാലാർ മെട്രിക്സ് എന്ന് പറയാം. സ്കാലാർ മെട്രിക്സ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇക്വേഷൻ വൈസ് നേരത്തെ AIJ എഴുതിയ പോലെ സ്കാലാർ മെട്രിക്സിന് എങ്ങനെ എഴുതാം? ഓക്കെ, സ്കാലാർ മെട്രിക്സിന് എങ്ങനെ എഴുതാം? A is a scalar matrix. A is a scalar matrix. Condition എന്താ? When A is equal to AIJ, നമുക്ക് എഴുതാം A is equal to AIJ, AIJ is equal to AIJ is equal to രണ്ട് കണ്ടീഷൻ ആണ് വരിക. ഒന്നെങ്കിൽ എന്താ? AIJ is equal to 0 for all I not equal to J, and നമുക്ക് എന്താ പറയാം? AIJ is equal to a constant. C എന്ന് പറഞ്ഞ constant for I is equal to J, for all I and J. ഓക്കെ, എല്ലാ I and J ക്കും ഇത് പറഞ്ഞാൽ for all I and J, എല്ലാ I and J ക്കും I not equal to J എന്ന് പറയുന്നിടത്തൊക്കെ AIJ യുടെ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. I is equal to J പറഞ്ഞാൽ ഡയഗണൽ എലമെന്റ്സ് അല്ലേ? I is equal to J എന്ന് പറഞ്ഞാൽ ഡയഗണൽ എലമെന്റ്സ് വരുന്നിടത്തൊക്കെ എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. ഡയഗണൽ എലമെന്റ്സ് വരുന്നിടത്തൊക്കെ AIJ എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. ഇതിനാണ് നമ്മൾ ഏതെന്ന് പറയുന്നത്? സ്കാലാർ മെട്രിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, സ്കാലാർ മെട്രിക്സ് എന്ന് പറയുന്നത്. ക്ലിയർ? ദെൻ അപ്പൊ നമ്മളിപ്പോ പറഞ്ഞത് സ്കാലാർ മെട്രിക്സ് നമ്മൾ 5th വൺ ആണ് പറഞ്ഞത്. സ്കാലാർ മെട്രിക്സ് പറഞ്ഞു. 6th വൺ നമുക്ക് വരുന്നതാണ് യൂണിറ്റ് മെട്രിക്സ്. കേട്ടിട്ടില്ലേ? എല്ലാവരും കേട്ടിട്ടുണ്ട്. വളരെ സിമ്പിൾ ആണ്. യൂണിറ്റ് മെട്രിക്സ് അല്ലെങ്കിൽ എന്താണ്? ഐഡന്റിറ്റി മെട്രിക്സ് അല്ലെ? യൂണിറ്റ് മെട്രിക്സ് അല്ലെങ്കിൽ ഐഡന്റിറ്റി മെട്രിക്സ് എന്ന് പറയും. നമ്മൾ എങ്ങനെയാണ് ഡിനോട്ട് ചെയ്യാറ്? I എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഇതിനെ ഡിനോട്ട് ചെയ്യാറ്. I എന്ന് പറഞ്ഞിട്ട് ഐഡന്റിറ്റി മെട്രിക്സിനെ I എന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് ഡിനോട്ട് ചെയ്യാറ്. എന്താണ് ഐഡന്റിറ്റി മെട്രിക്സ് എന്ന് പറഞ്ഞാല്? ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ AIJ ഈക്വൽ എന്താണ്? ഐഡന്റിറ്റി മെട്രിക്സ് I എന്ന് പറഞ്ഞാല് AIJ ഈക്വൽ ടു 0 ആണ് ഫോർ ഓൾ I നോട്ട് ഈക്വൽ ടു J, ആൻഡ് AIJ ഈക്വൽ ടു എന്താ? 1 ആയിരിക്കും ഫോർ I ഈസ് ഈക്വൽ ടു J. ഓക്കെ, ഇതാണ് ഏതെന്ന് പറയുന്നത്. ഇതാണ് ഐഡന്റിറ്റി മെട്രിക്സിന്റെ ഡെഫിനിഷൻ. എന്താണ് ഉദ്ദേശിച്ചത്? ഇതും ഒരു സ്കാലാർ മെട്രിക്സ് ആണ് അല്ലെ? ഐഡന്റിറ്റി മെട്രിക്സ് അല്ലെങ്കിൽ യൂണിറ്റ് മെട്രിക്സ് എന്ന് പറയുന്നത് എന്താണ്? ഒരു സ്കാലാർ മെട്രിക്സ് ആണ് ഇൻ വിച്ച് ഓൾ ഡയഗണൽ എലമെന്റ്സ് എല്ലാ ഡയഗണൽ എലമെന്റ്സും എന്തായിരിക്കും? 1 ആയിരിക്കും. എല്ലാ ഡയഗണൽ എലമെന്റ്സും എന്തായിരിക്കും? 1 ആയിരിക്കും. സോ എല്ലാ ഡയഗണൽ എലമെന്റ്സും 1 ആയിരിക്കുന്ന തൊട്ടുമുമ്പ് പറഞ്ഞത് എന്താണ്? യൂണിറ്റ് മെട്രിക്സ് അല്ലെങ്കിൽ ഐഡന്റിറ്റി മെട്രിക്സ് ആണ്. അപ്പൊ അതിന്റെ അടിയിൽ വെച്ചിട്ടാണ് നമുക്ക് സ്റ്റക്ക് ആയത്. സോ അപ്പൊ നമ്മൾ പറഞ്ഞു എന്താണ് യൂണിറ്റ് മെട്രിക്സ് അല്ലെങ്കിൽ ഐഡന്റിറ്റി മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താ? അതൊരു സ്കാലാർ മെട്രിക്സ് ആണ്. എന്താണ് സ്കാലാർ മെട്രിക്സ് എന്ന് പറഞ്ഞാല്? ഡയഗണൽ എലമെന്റ്സിൽ കോൺസ്റ്റന്റും നോൺ ഡയഗണൽ എലമെന്റ്സിൽ 0 ആയിരിക്കും. സോ ഈ പറയുന്ന സ്കാലാർ മെട്രിക്സിൽ എന്താണ്? സ്കാലാർ മെട്രിക്സിൽ നമ്മൾ ഡയഗണൽ എലമെന്റ്സിൽ ഏതാണ് വരിക? 1 ആണ് വരിക. സോ AIJ ഈക്വൽ ടു 0 ആൻഡ് AIJ ഈക്വൽ ടു എന്ത് വരും? 1 വരും. ഓക്കെ, AIJ ഈക്വൽ ടു 0 ആൻഡ് AIJ ഈക്വൽ ടു 1. എപ്പോഴാണ് 0 വരുന്നത്? I നോട്ട് ഈക്വൽ ടു J ആകുമ്പോഴാണ് 0 വരുന്നത്. I ഈക്വൽ ടു J ആകുമ്പോൾ 1. എടോ, ഈ ഒരു കൺസെപ്റ്റ് മനസ്സിലായില്ലേ? നമുക്ക് അത് എക്സാമിന് ചോദിക്കുകയും നിങ്ങൾക്ക് ഇത് ഇങ്ങനെയല്ല ചോദിക്കുക. നിങ്ങൾക്ക് എന്താ നമ്മൾ അടുത്ത പറയുന്ന ടോപ്പിക്കിലൊക്കെ വരുമ്പോൾ നിങ്ങളോട് അറിയും മെട്രിക്സ് ഹാവിംഗ് AIJ വെയർ ഓരോ എലമെന്റും I² + J ആണെന്നൊക്കെ പറയും. ഓരോ എലമെന്റും I² + J ആണെന്നൊക്കെ പറയും. ഓക്കെ, എന്നിട്ട് അത് ഏതാണ് മെട്രിക്സ് എന്നിട്ട് അതിന്റെ പ്രോപ്പർട്ടി ആയിരിക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യുക? ക്വസ്റ്റ്യൻ ചോദിക്കുക. അപ്പൊ ഈ I നോട്ട് ഈക്വൽ ടു J എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? I നോട്ട് ഈക്വൽ ടു J ആണെങ്കിൽ I ഈക്വൽ ടു J അല്ലാത്ത കേസിലൊക്കെ എന്താണ്? 0 ആയിരിക്കും. I ഈക്വൽ ടു J അല്ലാത്ത കേസ് പറഞ്ഞാൽ എന്താ? നോൺ ഡയഗണൽ എലമെന്റ്സ് അല്ലേ? ഇനി I ഈക്വൽ ടു J എന്ന് പറയുന്ന കേസ് ഏതാ? ഡയഗണൽ എലമെന്റ്സ് അല്ലേ? A11 A22 A33 അവിടെയൊക്കെ എന്തായിരിക്കും? 1 ആയിരിക്കും. അല്ലാത്തടത്തൊക്കെ എന്താണ് വരിക? 0 ആണ് വരിക. അല്ലാത്തടത്തൊക്കെ 0 ആണ് വരിക. അപ്പൊ അതിൽ I2 എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതുന്നു. I2 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാം? A ഈക്വൽ ടു അല്ലേ? അപ്പൊ ഇവിടെ നോക്കും നിങ്ങൾ, ഇത് 2/2 മെട്രിക്സ് ആണ്. അത് നമ്മൾ I ആണ് സാധാരണ ഐഡന്റിറ്റി മെട്രിക്സിനെ റെപ്രസെന്റ്. അപ്പൊ അത് ഏതാണെന്ന് പറയില്ല. ക്വസ്റ്റ്യൻ പേപ്പറിൽ I കണ്ടാൽ അത് ഐഡന്റിറ്റി മെട്രിക്സ് ആയിരിക്കും.
ആയിരിക്കും. സോ I2 എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഓർഡർ ആയിട്ടുള്ളത്. I3 എന്ന് പറഞ്ഞാലോ ഒരു 3/3 ഓർഡറിലുള്ള ഐഡന്റിറ്റി മെട്രിക്സ് ആണ്. 1 0 0 0 1 0 0 0 1 എന്ന് പറഞ്ഞാൽ നമുക്ക് I3 എഴുതാൻ പറ്റും. ഓക്കെ അല്ലേ? ദെൻ നമുക്ക് അടുത്ത് വരുന്നതാണ് 7th വരുന്നതാണ് നൾ മെട്രിക്സ് അല്ലെങ്കിൽ സീറോ മെട്രിക്സ്. ഓക്കെ, നമുക്ക് അടുത്ത് വരുന്നതാണ് നൾ മെട്രിക്സ് അല്ലെങ്കിൽ സീറോ മെട്രിക്സ് എന്ന് പറയുന്നത്. നൾ മെട്രിക്സ് അല്ലെങ്കിൽ സീറോ മെട്രിക്സ്, നൾ മെട്രിക്സ് അല്ലെങ്കിൽ സീറോ മെട്രിക്സ് ഏതായിരിക്കട്ടോ? ഓൾ ദ എലമെന്റ് എന്താണ് അല്ലെ? ഇതൊക്കെ വളരെ സിമ്പിൾ അല്ലേ, നിങ്ങൾക്ക് അറിയുന്നല്ലേ, പഠിച്ചല്ലേ? ഓൾ ദ എലമെന്റ്സ് ആർ സീറോ. ഡയഗണലോ നോൺ ഡയഗണലോ ഒന്നും നോക്കണ്ട, എല്ലാ എലമെന്റ്സും എന്തായിരിക്കും? സീറോ ആയിരിക്കും. എല്ലാ എലമെന്റ്സും സീറോ ആയിരിക്കും. ദാറ്റ് ഈസ് നമുക്ക് എന്ത് പറയാം? Aij is equal to 0 for all I and j. ഓക്കെ, Aij is equal to 0 for all I and j. എല്ലാ I and j ക്കും Aij എന്തായിരിക്കും? സീറോ ആയിരിക്കും. Aij is equal to 0 ആയിരിക്കും. 0 0 0 നമ്മൾ അതിനെ 0 എന്ന് പറഞ്ഞാൽ ഡിനോട്ട് ചെയ്താൽ മതി. ഇതാണ് നമ്മൾ ഏതെന്ന് പറയുന്നത്? നൾ മെട്രിക്സ് അല്ലെങ്കിൽ സീറോ മെട്രിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, നൾ മെട്രിക്സ് അല്ലെങ്കിൽ സീറോ മെട്രിക്സ് എന്ന് പറയുന്നത്. നൾ മെട്രിക്സ് അല്ലെങ്കിൽ സീറോ മെട്രിക്സ് എന്ന് പറയുന്നത്. നൾ മെട്രിക്സ് അല്ലെങ്കിൽ സീറോ മെട്രിക്സ്. ഓക്കെ അല്ലേ? അടുത്ത വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ടെണ്ണമാണ്, ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻ ഉള്ളതാണ്. അപ്പർ ട്രയാങ്കുലാർ മെട്രിക്സും അതുപോലെ ലോവർ ട്രയാങ്കുലാർ മെട്രിക്സും. അപ്പർ ട്രയാങ്കുലാർ മെട്രിക്സ് ആൻഡ് ലോവർ ട്രയാങ്കുലാർ മെട്രിക്സ്. അപ്പർ ട്രയാങ്കുലാർ മെട്രിക്സ് ആൻഡ് ലോവർ ട്രയാങ്കുലാർ മെട്രിക്സ്. ആ രീതിക്ക് എന്താണ് അപ്പർ ട്രയാങ്കുലാർ മെട്രിക്സ് എന്നുള്ളത്? ഓക്കെ, ദാറ്റ് മീൻസ് നമുക്ക് ഇങ്ങനെ പറയാം, ഓൾ ദി എലമെന്റ്സ് എബോ ദി ഡയഗണൽ എലമെന്റ്സ്. ഓക്കെ, ഡയഗണൽ എലമെന്റ്സിന്റെ മുകളിലുള്ള എല്ലാ എലമെന്റ്സും എന്തായിരിക്കും? എല്ലാ എലമെന്റ്സും എന്തായിരിക്കും? നമ്മളോട് അപ്പർ ട്രയാങ്കുലർ അല്ല, അപ്പർ ട്രയാങ്കുലാർ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ പറയാം, അപ്പർ ട്രയാങ്കുലർ എന്നാൽ അപ്പറിൽ വാല്യൂസ് ഉണ്ട്. അതായത് നമുക്ക് എന്ത് പറയാം? ഓൾ ദി എലമെന്റ്സ് ബിലോ ദ ഡയഗണൽ എലമെന്റ്സ് ആർ സീറോ. നമുക്ക് എന്ത് പറയാം? അപ്പർ ട്രയാങ്കുലർ എലമെന്റ്സിന്റെ കേസിൽ ഓൾ ദി എലമെന്റ്സ് below the diagonal elements are zero. എന്താണോ അപ്പർ ട്രയാങ്കുലർ എലമെന്റ്സ് എന്താ? ഓൾ ദി എലമെന്റ്സ് ബിലോ ദി ഡയഗണൽ എലമെന്റ്സ് ആർ സീറോ. ബിലോ ദി ഡയഗണൽ എലമെന്റ്സ് ആർ സീറോ. അപ്പൊ നിങ്ങൾക്ക് ചോദിക്കാം, അപ്പൊ എബോ ദി ഡയഗണൽ എലമെന്റ്സോ? അത് ഡയഗണൽ എലമെന്റ്സും അതിന്റെ മുകളിലുള്ളതോ അത് സീറോ ആവാതിരിക്കാം. അപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറയാം. എ ഈക്വൽ ടു 1 3 2. ഓക്കെ, 1 3 2 0 5 0. അടുത്ത എന്താ? 0 0 6 എന്ന് കൊടുത്തു. 0 0 6. ഓക്കെ, അപ്പോൾ ഈ മെട്രിക്സിലോട്ട് നോക്കി, ഇത് അപ്പർ ട്രയാങ്കുലർ ആണോ അല്ലേ? ഇത് അപ്പർ ട്രയാങ്കുലർ ആണോ അല്ലേ? നിങ്ങൾ നോക്കി, ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്? ഓൾ ദ എലമെന്റ്സ് ബിലോ ദ ഡയഗണൽ എലമെന്റ്സ് അല്ലെ? ഏതാണ് ഇവിടെ ഡയഗണൽ എലമെന്റ്സ്? ഇതാ ഈ 1 5 6 എന്ന് പറയുന്നല്ലേ ഡയഗണൽ എലമെന്റ്സ്. 1 5 6 എന്ന് പറയുന്നതാണ് ഏത്? ഡയഗണൽ എലമെന്റ്സ്. അതിന്റെ താഴെ നോക്ക് നിങ്ങൾ. ഞാൻ ആ ഡയഗണൽ എലമെന്റ്സിന് എന്ത് ചെയ്യാം? ഞാൻ എന്ത് ചെയ്യാം? ഡയഗണൽ എലമെന്റ്സിന് വരക്കാം. ഏതാണ് ഡയഗണൽ എലമെന്റ്സ് പറഞ്ഞത്? ഈ 1 5 6 ഉള്ളതാണ് നമ്മുടെ ഡയഗണൽ എലമെന്റ്സ്. ഓക്കെ അല്ലേ? ക്ലിയർ ക്ലിയർ. സോ അതിന്റെ താഴോട്ട് നോക്കണം നിങ്ങൾ. അതിന്റെ താഴോട്ട് നോക്കുക. അതിന്റെ താഴോട്ടുള്ള എലമെന്റ്സുകൾ എന്ന് പറഞ്ഞാൽ ഈ എലമെന്റ്സ് അല്ലേ? ഞാനിപ്പോ ഈ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള എലമെന്റ്സ് അല്ലേ? ഞാനിപ്പോ ഈ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള എലമെന്റ്സ് അല്ലേ? അതൊക്കെ എന്താ? സീറോ അല്ലേ? സീറോ അല്ലേ? അപ്പൊ ഇത് ഏതാണ്? അപ്പർ ട്രയാങ്കുലർ. അപ്പൊ നിങ്ങൾ ഡയഗണൽ എലമെന്റ്സ് അതിന് മുകളിലുള്ളതോ അത് സീറോ ആവാം, നോൺ സീറോ. അവിടെ നോക്ക് നിങ്ങൾ. ഇതാ ഈ മുകളിലുള്ള 1 സീറോ ആണ്. അത് നിങ്ങൾ നോക്കണ്ട. നമ്മളിതാ കണ്ടീഷൻ ഇതാണ്, ഡയഗണൽ എലമെന്റ്സിന്റെ താഴെയുള്ളതൊക്കെ എന്തായിരിക്കണം? സീറോ ആയിരിക്കണം. അതാണ് നമ്മൾ ഏതെന്ന് പറയുന്നത്? അപ്പർ ട്രയാങ്കുലാർ മെട്രിക്സ് എന്ന് പറയുന്നത്. അതിന് നമ്മൾ എന്ത് പറയുന്നത്? അപ്പർ ട്രയാങ്കുലാർ മെട്രിക്സ്. ഓക്കെ അല്ലേ? അപ്പൊ നിങ്ങൾ നോക്കൂ, ഞാൻ ഇതിനെ Aij വെച്ച് ചെയ്താണെങ്കിൽ A11 A12 A13 A21 A22 A23 കാണുന്നുണ്ടല്ലോ. A11 A22 A23. ഓക്കെ, അടുത്തേതാ? A31 A32 A33. അപ്പൊ ഈ സീറോ ആയിരിക്കുന്ന എലമെന്റുകൾക്കൊക്കെ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? അതായത് നമ്മൾ പറഞ്ഞു നമ്മുടെ ഡയഗണൽ എലമെന്റ്സ് ഏതാ? ഇതാണ് നമ്മുടെ ഡയഗണൽ എലമെന്റ്സ്. ഇതാണ് നമ്മുടെ ഡയഗണൽ എലമെന്റ്സ് അല്ലെ? എല്ലാവരും സ്ക്രീനിലോട്ട് നോക്കുക. അതാണ് നമ്മുടെ ഡയഗണൽ എലമെന്റ്സ്. സോ നമ്മളെ ഡയഗണൽ എലമെന്റ്സിന്റെ താഴെ സീറോ എന്ന് പറഞ്ഞ സംഭവം അല്ലേ? ഈ എലമെന്റ്സിനൊക്കെ നിങ്ങൾ എന്തെങ്കിലും പ്രത്യേകത കാണുന്നുണ്ടോ? ഞാനിപ്പോ ആ ഗ്രീനിൽ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് കണ്ടോ? ഗ്രീനിൽ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് കണ്ടോ? ഓക്കെ, ഞാനിപ്പോ ആ ഗ്രീനിൽ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള ഈ പറയുന്ന സംഭവങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേകത നിങ്ങൾ കാണുന്നുണ്ടോ? നോക്കടോ. അതിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണും അവിടെയൊക്കെ എന്താ? I ഗ്രേറ്റർ ദാൻ ജെ അല്ലേ? അവിടെയൊക്കെ എന്താണ്? സീറോ എന്ന കേസിൽ I ഗ്രേറ്റർ ദാൻ ജെ അല്ലേ? നോക്ക്, ഈ കേസിൽ എന്താ? 2 1 2 ഗ്രേറ്റർ ദാൻ 1 അല്ലേ? ഈ കേസിൽ എന്താ? 3 1. ഓക്കെ, അപ്പൊ ഈ ഒരു കേസ് ഞാൻ ഇവിടെ ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ ഇതാ ഈ സംഭവത്തിന്റെ ഒക്കെ പ്രത്യേകത ഇതാണ് സീറോ എന്ന് പറഞ്ഞത്. അപ്പർ ട്രയാങ്കുലാർ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഇതാ ഈ പറയുന്ന എലമെന്റുകളാണ് നമ്മൾ സീറോ എന്ന് പറഞ്ഞത്. അതിന്റെയൊക്കെ പ്രത്യേകത എന്താ? 2 ഗ്രേറ്റർ ദാൻ 1 അല്ലേ? 3 ഗ്രേറ്റർ ദാൻ 2 അല്ലേ? 3 ഗ്രേറ്റർ ദാൻ 1 അല്ലേ? അപ്പൊ നമുക്ക് ഇത് Aij എഴുതുമ്പോൾ എന്ത് ചെയ്താം? I ഗ്രേറ്റർ ദാൻ ജെ വരുന്ന എലമെന്റുകളൊക്കെ എന്തായിരിക്കും? സീറോ ആയിരിക്കും. ഓക്കെ, I ഗ്രേറ്റർ ദാൻ ജെ വരുന്ന എലമെന്റുകളൊക്കെ സീറോ ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്കറിയാം A ഈസ് എ
upper triangular matrix. A is a upper triangular matrix. Upper triangular matrix ആണ് എപ്പോഴേ when A is equal to Aij in which A is equal to Aij in which എന്താണ് Aij യുടെ പ്രത്യേകത? Aij is equal to 0 എപ്പോഴേ when I greater than J. Aij is equal to 0 when I greater than J അല്ലേ? Aij is equal to 0 when I greater than J for all I and J. For all I and J. എല്ലാ I and J ക്കും ഓക്കെ എല്ലാ I and J ലും I greater than J ആണ്. അതായത് ഇവിടെ ഈ പറഞ്ഞതിലൊക്കെ I greater than J അല്ലേ? ഈ പറഞ്ഞിടത്തൊക്കെ I greater than J അല്ലേ? I greater than J ഉള്ളിടത്തൊക്കെ എന്തായിരിക്കും 0 ആണോ? എന്നാൽ നമുക്ക് അതിന് എന്ത് വിളിക്കാം? അപ്പർ ട്രയാങ്കുലാർ മെട്രിക്സ് എന്ന് വിളിക്കാം. അതിന് നമുക്ക് എന്ത് പറയാം? അപ്പർ ട്രയാങ്കുലാർ മെട്രിക്സ് എന്ന് പറയാം. ഓക്കെ അല്ലേ? സോ ഇതുപോലെ സിമിലർലി രണ്ടാമത്തെ നിങ്ങൾക്ക് അടുത്തും പറയാലോ ലോവർ ട്രയാങ്കുലാർ മെട്രിക്സ്. ഏതാണ്? 9th one ഏതാണ്? ലോവർ ട്രയാങ്കുലാർ മെട്രിക്സ്. ലോവർ ട്രയാങ്കുലാർ മെട്രിക്സ്. നേരത്തെ പറഞ്ഞ അതേ ഡെഫിനിഷനോടെ നിങ്ങളൊന്ന് ഒറ്റയ്ക്ക് എഴുതി നോക്ക്. എങ്ങനെ പറയാം? നേരത്തെ എന്താ പറഞ്ഞത്? ഡയഗണൽ എലമെന്റ്സിന്റെ താഴെയുള്ള എലമെന്റ്സ് ഒക്കെ എന്തായിരിക്കണം? 0 ആയിരിക്കണം എന്നാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ലോവർ ട്രയാങ്കുലാർ മെട്രിക്സിൽ എന്തായിരിക്കും? ഓൾ ദി എലമെന്റ്സ് എബോ അല്ലേ? all the elements above the diagonal elements. All the elements above the diagonal elements. All the elements above the diagonal elements are 0. ഡയഗണൽ എലമെന്റിന്റെ മുകളിലുള്ള എലമെന്റുകളാണ് ഇവിടെ 0. ഡയഗണൽ എലമെന്റിന്റെ മുകളിലുള്ള എലമെന്റുകളാണ് ഇവിടെ 0. സോ ഞാൻ എഴുതുന്നു 2 1 4. ഓക്കെ, എന്താ ഡയഗണൽ എലമെന്റ് മുകളിലൊക്കെ എന്താ? 0 0 0. താഴെയുള്ള എന്താവാം? 0 ആവാം, നോൺ 0. ഞാൻ വേണമെങ്കിൽ ഇവിടെ 0 കൊടുക്കാം, ഇവിടെ -2. ഓക്കെ, -2. അപ്പൊ എന്താണ് ഇതിന്റെ പ്രത്യേകത? ഇതിന്റെ പ്രത്യേകത എന്താ നോക്ക് നിങ്ങള്. ഡയഗണൽ എലമെന്റ്സ് നിങ്ങൾക്ക് അറിയാലോ, ഇതാണ് ഡയഗണൽ എലമെന്റ്സ് 2 1 4. അതിന്റെ ട്രേസ് എത്രയാണോ? 2 + 1 + 4 അല്ലെ? ട്രേസ് എന്ന് പറഞ്ഞാൽ എന്താ? വെറുതെ പറഞ്ഞേ ഉള്ളൂ, ഇടയ്ക്കിടെ ഇങ്ങനെ പറയാം. ട്രേസ് എന്ന് പറഞ്ഞാൽ എന്താ? സം ഓഫ് ദി ഡയഗണൽ എലമെന്റ്സ്. അത് നിങ്ങൾക്ക് ഇവിടെ കിട്ടും 2 + 1 3 4 7 ആണെന്നല്ലേ. അപ്പൊ ഇതാണ് ഡയഗണൽ എലമെന്റ്സ്. നോക്ക്, അതിന്റെ മുകളിലുള്ള എല്ലാം എന്താണ്? 0 അല്ലേ? അതിന്റെ മുകളിലുള്ള എല്ലാം 0 അല്ലേ? അപ്പൊ നമ്മൾ ഇതിന്റെ കണ്ടീഷൻ ഇതാണെങ്കിൽ എന്ത് പറയാം? എന്താണ് ഒരു ലോവർ ട്രയാങ്കുലർ മെട്രിക്സിന്റെ കണ്ടീഷൻ? A is equal to Aij where എന്താണ്? Aij is equal to Aij is equal to 0 for all I less than J. For all I less than J. I less than ആയിട്ടുള്ള എല്ലാ കേസിലും എന്തായിരിക്കും അല്ലെ? നോക്ക് നിങ്ങൾ, ഈ 3 എണ്ണല്ലേ 0. ഞാൻ ഈ വരച്ച മെട്രിക്സിലെ ഈ 3 പേരല്ലേ 0. അവിടേക്ക് നോക്ക് നിങ്ങൾ, വാല്യൂ A എന്താ വരിക? ഇവിടെ A എന്താ വരുന്നത്? A12 ആണ് വരുന്നത്. ഇവിടെ ഏതാ? A13 ആണ്. ഓക്കെ, ഇനി ഈ 0യോ A23 ആണ് വരുന്നത്. 23. അവിടേക്ക് നോക്ക് നിങ്ങൾ, 1 less than 2 അല്ലേ? I less than J. ഇവിടെ ഏതാ വരുന്നത്? ഇവിടെ എന്താ? I less than J അല്ലേ? ഇവിടെ I less than ആണ്, ഇവിടെ I less than J ആണ് വരുന്നത്. ഓക്കെ, സോ ഇതാണ് നമ്മൾ ഏത് പറയുന്നത്? ലോവർ ട്രയാങ്കുലാർ മെട്രിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിനാണ് നമ്മൾ ഏത് പറയുന്നത്? ലോവർ ട്രയാങ്കുലാർ മെട്രിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് ടൈപ്സ് ഓഫ് മെട്രിക്സിൽ ജസ്റ്റ് നമുക്കൊന്ന് അറിഞ്ഞിരിക്കേണ്ട. വേറെ ഒരുപാട് ടൈപ്പുകൾ ഉണ്ട്. നമുക്ക് വേണ്ട, നമ്മളതിൽ ആവശ്യമുള്ള കുറച്ച് മെട്രിക്സിലാണ് പറഞ്ഞത്. അപ്പൊ നമ്മൾ ഏതൊക്കെയാ പറഞ്ഞത്? റോ മെട്രിക്സ് എന്ന് പറഞ്ഞു, ഒരൊറ്റ റോ മാത്രം ഉള്ളത്. അത് ഇത് വളരെ സിമ്പിൾ ആണെന്ന് തോന്നും, പക്ഷെ ഇതൊരു അറിയാത്ത ഒരാൾക്ക് ക്വസ്റ്റ്യൻ വരുന്നു, മെട്രിക്സിൽ വരുന്നു, ഓഫ് ദ ഫോളോയിങ് വിച്ച് വൺ ഈസ് എ റോ മെട്രിക്സ് എന്ന് ചോദിച്ചിട്ട് 4 ഓപ്ഷൻ തന്നാൽ അറിയാത്ത ഒരാൾക്ക് ആൻസർ ചെയ്യാൻ പറ്റൂല. അപ്പൊ റോ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരൊറ്റ സിംഗിൾ റോയെ ഉണ്ടാവുള്ളൂ. കോളം മെട്രിക്സ് എന്ന് പറഞ്ഞാലോ ഒരൊറ്റ സിംഗിൾ കോളം ഉണ്ടാവുള്ളൂ. ഇനി നമ്മൾ പറഞ്ഞത് സ്ക്വയർ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ റോസ് ഈക്വൽ ടു കോളം ആയിരിക്കും. അതിനാണ് നമ്മൾ പറഞ്ഞു ഡയഗണൽ മെട്രിക്സ് എന്ന് പറഞ്ഞാലോ അതിലാദ്യം നമ്മൾ പറഞ്ഞു ഡയഗണൽ മെട്രിക്സ് എന്ന് പറഞ്ഞാലോ ഡയഗണൽ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ നോൺ ഡയഗണൽ എലമെന്റ്സ് ഒക്കെ 0 ആയിരിക്കും. ഡയഗണൽ എലമെന്റ്സ് 0 ആകാതിരിക്കാം. ഇതിനതിൽ നമ്മൾ സ്കാലാർ മെട്രിക്സ് ആണ്. എന്താണ്? ആ ഡയഗണൽ മെട്രിക്സിൽ തന്നെ ഡയഗണൽ എലമെന്റ്സ് കോൺസ്റ്റന്റ് ആണെങ്കിൽ സ്കാലാർ മെട്രിക്സ്. ആ സ്കാലാർ മെട്രിക്സിൽ തന്നെ ആ കോൺസ്റ്റന്റുകളൊക്കെ ഒന്നാണെങ്കിൽ അതിന് ഐഡന്റിറ്റി അല്ലെങ്കിൽ യൂണിറ്റ് മെട്രിക്സ്. എല്ലാ എലമെന്റും 0 ആണെങ്കിൽ നമ്മൾ എന്ത് പറഞ്ഞു? എല്ലാ എലമെന്റ്സും 0 ആണെങ്കിൽ നമ്മൾ എന്ത് പറഞ്ഞു? എന്താ പറഞ്ഞത്? നൾ മെട്രിക്സ് എന്ന് പറഞ്ഞു അല്ലെ. ഇനി അപ്പർ ട്രയാങ്കുലാർ ലോവർ ട്രയാങ്കുലാർ എന്താ പറഞ്ഞത്? അപ്പർ ട്രയാങ്കുലാർ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കട്ടോ, അപ്പർ ട്രയാങ്കുലാർ എന്ന് പറഞ്ഞാൽ അതിന്റെ നേരെ ഉൾട്ടായിട്ടുള്ളടത്തൊക്കെ 0, അതായത് അപ്പറിലെ വാല്യൂസ് ഉള്ളൂ. അപ്പർ ട്രയാങ്കുലാർ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ അപ്പറിലാണ് നോൺ 0 വാല്യൂ, അതായത് അതിന്റെ ഡയഗണൽ എലമെന്റ്സിന്റെ താഴെയുള്ള എലമെന്റ് ഒക്കെ 0 ആയിരിക്കും. ലോവർ ട്രയാങ്കുലാർ മെട്രിക്സ് എന്ന് പറഞ്ഞാലോ ഡയഗണൽ എലമെന്റ് മുകളിലുള്ള എലമെന്റ് ഒക്കെ 0 ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇത് ഡയറക്റ്റ് ആയിട്ട് വളരെ സാധ്യത കുറവാണ് ചോദിക്കാൻ. ഞാൻ പറഞ്ഞത് നമുക്ക് വേറെ പ്രോബ്ലത്തിൽ എ യൂണിറ്റ് മെട്രിക്സ് ഈസ് ഓക്കെ എ അപ്പർ ട്രയാങ്കുലാർ മെട്രിക്സ് ഈസ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എന്നിട്ട് ഫൈൻഡ് ഔട്ട് അതിന്റെ റാങ്ക് കണ്ടുപിടിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ആ റാങ്ക് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. പക്ഷേ ക്വസ്റ്റനിൽ ഫോർ ആൻ അപ്പർ ട്രയാങ്കുലാർ മെട്രിക്സ് എന്നൊക്കെ പറഞ്ഞു പറയുമ്പോൾ അത് ഏതാണെന്ന് നമുക്ക് അറിയണം. ഓക്കെ, അപ്പൊ അതിനാണ് നമ്മൾ ടൈപ്സുകൾ അറിയേണ്ടത്. സോ ഇതാണ് ഇത് വരുന്നത്. നമുക്ക് ബേസിക് ആയിട്ടുള്ള കുറച്ച് ടൈപ്സുകൾ വരുന്നത്. ദെൻ ലാസ്റ്റ് ഒരു പോയിന്റ് കൂടെ പറയാം, എന്നിട്ട് ബാക്കി നമുക്ക് എന്ത് ചെയ്യാം അടുത്ത സെഷനിൽ എടുക്കാം. നമ്മളിപ്പോൾ ഏതാ പറഞ്ഞ കുറെ ടൈപ്പ് പറഞ്ഞില്ലേ
ലാസ്റ്റ് നമ്മൾ പറയുന്നതാണ് എപ്പോഴാണ് രണ്ട് മെട്രിക്സുകൾ ഈക്വൽ ആകുന്നത് എന്നുള്ളത്. ഇത് PSC ക്ക് നമുക്ക് ഈക്വൽ എന്നുള്ള കൺസെപ്റ്റ് വെച്ച് നമുക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻ ഞാൻ എടുത്തിട്ടുണ്ട്, നമുക്ക് ലാസ്റ്റ് വർക്കൗട്ട് ചെയ്യുമ്പോൾ അതിൽ ചെയ്യാം. ഈക്വൽ മെട്രിക്സസ് PSC ക്ക് ചോദിച്ചതാണ്. അപ്പൊ PSC ക്ക് എന്താണ് ഈക്വൽ മെട്രിക്സസ് എന്നല്ല ചോദിച്ചിട്ടുണ്ടായിരുന്നത്, വേറെ ന്യൂമറിക്കൽ ആണ്. അപ്പൊ അതിൽ ഈക്വാലിറ്റി എടുത്തിട്ടുണ്ട്. അപ്പൊ ഈക്വാലിറ്റി എടുക്കുമ്പോൾ എന്താണ് സംഭവം, എപ്പോഴാണ് നമ്മൾ രണ്ട് കണ്ടീഷൻ പറയണം, എപ്പോഴാണ് നമ്മൾ ഒരു മെട്രിക്സ് രണ്ട് മെട്രിക്സുകൾ ഈക്വൽ ആണെന്ന് പറയാം. ഓക്കെ, എപ്പോഴാണ്? അപ്പൊ നമ്മൾ അറിയാം ലെറ്റ് മെട്രിക്സസ്, ഞാൻ രണ്ട് മെട്രിക്സസ് എടുത്തോ, ലെറ്റ് മെട്രിക്സസ് A and B are said to be equal when said to be equal. എപ്പോഴാണ് നമ്മൾ രണ്ട് മെട്രിക്സസുകൾ ഈക്വൽ ആണെന്ന് പറയുന്നത്? ഫസ്റ്റ് രണ്ട് കണ്ടീഷൻ ആണ്. ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് let matrices A and B are said to be equal when എപ്പോഴാണ്? when order of both the matrices are same, order of the both the matrices are same. Okay, order of the both the matrices are same. നമ്മൾ രണ്ട് മെട്രിസസിന്റെ ഓർഡർ എന്തായിരിക്കും? സെയിം ആയിരിക്കും. രണ്ടാമത്തെ എന്താ? corresponding elements should be equal. Okay, corresponding elements should be equal. corresponding elements എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. corresponding elements ഈക്വൽ ആയിരിക്കണം. എന്താണ് അതിന്റെ അർത്ഥം? എന്താ? that is നമുക്കറിയാം A11 is equal to B11 ആയിരിക്കണം, A12 is equal to B12 ആയിരിക്കണം, A13 is equal to B13 ആയിരിക്കണം, എക്സെട്ര. ഇതിനെയാണ് നമ്മൾ ഏതെന്ന് പറയുന്നത്? നമ്മൾ എന്ത് പറയുന്നത്? ഈക്വൽ മെട്രിക്സസ് എന്ന് പറയുന്നത്. ഇപ്പൊ ഞാൻ ഫോർ എക്സാമ്പിൾ A is equal to എന്ത് ചെയ്തു? ഞാൻ ABCD എന്ന് എഴുതി. ഓക്കെ, ആൻഡ് B is equal to എന്ത് എഴുതി? B is equal to ഞാൻ എന്ത് ചെയ്തു? WXYZ എന്ന് എഴുതി. രണ്ട് മെട്രിക്സ് ആണ്. A എന്ന് പറയുന്നത് ABCD, B എന്ന് പറയുന്നത് WXYZ. ഓക്കെ, ഇഫ് A is equal to B, നമുക്കറിയാം ഈ തന്ന മെട്രിക്സിൽ ഇഫ് A is equal to B, then എന്താ അതിന്റെ അർത്ഥം? രണ്ടിന്റെ ഇത് സെയിം അല്ലേ? രണ്ടിന്റെ ഓർഡർ സെയിം അല്ലേ? ഇതും 2x2 മെട്രിക്സ് ആണ്. ഇത് സ്ക്വയർ മെട്രിക്സിൽ മാത്രമല്ല കേട്ടോ, ഏത് റെക്ടാങ്കുലർ മെട്രിക്സിലും ഈക്വൽ ആവും. സ്ക്വയർ മെട്രിക്സ് ആവണമെന്നില്ല. ഞാനിവിടെ എടുത്ത എക്സാമ്പിൾ സ്ക്വയർ മെട്രിക്സ് ആണ്, പക്ഷെ എല്ലാ കേസിലും സ്ക്വയർ മെട്രിക്സ് ആവണമെന്നില്ല. സോ അപ്പൊ കറക്റ്റ് ഒരു രണ്ട് കേസേ ഉള്ളൂ. ഒന്നെന്താ? രണ്ടിന്റെ ഓർഡർ സെയിം ആയിരിക്കണം. പിന്നെ കറസ്പോണ്ടിങ് എലമെന്റ് സെയിം ആണെന്നാൽ ഇവിടെ ഇവിടുത്തെ ഈ എലമെന്റും ഈ എലമെന്റും സെയിം ആയിരിക്കണം, ഈ ഒരു എലമെന്റും സെയിം ആയിരിക്കണം, ഈ ഒരു എലമെന്റും സെയിം ആയിരിക്കണം, ഡിയും ഇസഡും സെയിം ആയിരിക്കണം. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു ഇഫ് A and B is equal to A is equal to B എന്ന് നമ്മൾ പറയും. if A is equal to B, then നമുക്ക് എന്ത് പറയാം? A is equal to W, B is equal to X, C is equal to Y, D is equal to Z. അപ്പൊ ഈ ഒരു കൺസെപ്റ്റ് വെച്ചുള്ള കുറച്ചുകൂടെ നമ്മളൊരു കോൺസ്റ്റന്റിനോട് മൾട്ടിപ്ലൈ ചെയ്യുന്ന ഒരു കേസ് കൊണ്ട് അത് വെച്ചുള്ള ഒരു ക്വസ്റ്റ്യൻ PSC ക്ക് പ്രീവിയസ്ലി ചോദിച്ചിട്ടുള്ളതാണ്. അപ്പൊ ഇതാണ് നമ്മൾ ഏത് പറയുന്നത്? രണ്ട് മെട്രിക്സ് ഈക്വൽ ആണെന്ന് പറയുന്നത്. എപ്പോഴാണ് ഈക്വൽ ആയിട്ട് മെട്രിക്സ് പറയുക? രണ്ട് കേസ് ആയിട്ട് ഏതൊക്കെയാണ്? ആ രണ്ട് മെട്രിക്സിന്റെയും ഓർഡർ എന്താ? കോളം ബൈ റോ ആണോ? അല്ല, റോ ബൈ കോളം ആണ് ഓർഡർ. ആ ഓർഡറും അതുപോലെ തന്നെ ഓരോ കറസ്പോണ്ടിങ് എലമെന്റ്സുകളും എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. എന്നാൽ നമുക്ക് എന്ത് പറയാം? നമുക്ക് തന്നുള്ള രണ്ട് മെട്രിക്സ് എന്താണെന്ന് പറയാം? രണ്ട് മെട്രിക്സും ഈക്വൽ ആണെന്ന് പറയാം. ഓക്കെ അല്ലേ? അപ്പൊ മെട്രിക്സിന്റെ ചെറിയൊരു കൈൻഡില്ല, നമുക്ക് ഒരു സെഷനും കൂടെ ബേസിക്സുകൾ പറയാനുണ്ടാവും. അത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ഡിറ്റർമിനന്റിലോട്ടും അതിലെ പോയിന്റിലോട്ടും കോ ടോപ്പിക്കിലോട്ടും എന്ത് ചെയ്യാം? മൂവ് ചെയ്യാം. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത സെഷനിൽ ഇതിന്റെ ബാക്കി ഡിസ്കസ് ചെയ്യാം. സോ അപ്പൊ എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ നോട്ട് ഡൗൺ ചെയ്യുക. നമുക്ക് എന്ത് ചെയ്യാം? ഒന്നുകിൽ ഗ്രൂപ്പിൽ അല്ലെങ്കിൽ ലൈവ് ചാറ്റിൽ എന്ത് ചെയ്യുക? ചാറ്റിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ അല്ലേ? എല്ലാവർക്കും താങ്ക് യു. ഓൾ ദ ബെസ്റ്റ്. സീ യു ഇൻ ദ നെക്സ്റ്റ് സെഷൻ. ഓക്കെ, ബൈ.